മാക്ക് ഞാന് രാത്രി സന്ധ്യ മയങ്ങുന്ന നേരത്ത് മയങ്ങും നേരം സന്ധ്യ മയങ്ങും നേരം. അതായത് കേരളത്തിലൊരു സന്ധ്യ പി ശശികുമാർ അങ്ങനെ മയങ്ങുന്ന നേരം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന മാക്ക് എൻ്റെ റൂമിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു ആൾ അതിക്രമിച്ച് കയറി മാക്കിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ഇവിടെയുള്ള സാധനങ്ങൾ വലിച്ചെറിയുകയും വധഭീഷണി മുഴക്കിയിട്ട് പോവുകയും ചെയ്തു. നിന്നെയും കൊല്ലും മറ്റവനെയും കൊല്ലും എന്ന് പറഞ്ഞ് തോക്ക് കാണിച്ച് പേടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയവനെതിരെ അതേ സന്ധ്യ മയങ്ങും നേരം പോലീസ് സ്റ്റേഷനിൽ പോയി ജീവന് ഭീഷണിയുണ്ട്, ഞങ്ങളെ കൊല്ലാൻ ഒരാൾ വന്നു, തോക്കുമായാണ് വന്നത് എന്നൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പറയുന്നു, മീഡിയയോട് പറയുന്നു, കേരളം മുഴുവൻ അറിയുന്നു. ഒറിജിനലാണോ ചോദിക്കുക? തോക്ക് പൊട്ടിയായിരുന്നോ തോക്ക്? എന്നിട്ട് എന്താ പിടിച്ചു മേടിക്കാഞ്ഞേ? അതിന്റെ തെളിവ് അതിന്റെ CCTV വിഷ്വൽ ഉണ്ടോ എന്നൊക്കെയാണ്. വീടിന്റെ അകത്ത് CCTV ഉണ്ടോ? ഇങ്ങനെ പലതും ചോദിക്കുകയാണ്. ഇവിടെ ഇയാൾ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ കിടപ്പുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ കമന്റ്സ് വരും, നിനക്ക് അത് തന്നെ വേണം, നിന്നോട് അങ്ങനെ ചെയ്തില്ല. എന്നോട് ബാല ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ബാലയെ പറ്റി നിനക്ക് കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോക്ക് ചൂണ്ടി കൊല്ലുന്നൊക്കെ പറഞ്ഞു പോയേക്കുന്നത്. അതിൽ തന്നെ വലിയൊരു അപാകതയുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് പോലും അല്ല, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബാല ഈ വിഷയത്തിൽ ഇടപെട്ട രീതി ശരിയായില്ല. ബാല മാക്കിനെ വന്ന് ഭീഷണിപ്പെടുത്തിയത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവിടെ വന്ന് കണ്ടത് മാക്കായതുകൊണ്ട് മാക്കിനോട് എന്നുള്ള പോലത്തെ, ആരെ കണ്ടോ അവനോട്. അപ്പൊ മാക്കല്ല കോക്കാണെങ്കിൽ കോക്കിനോട്, അത്രേ ഉള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് പരാതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ പോലീസ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതിനുള്ള തെളിവൊക്കെ ഉണ്ടോ? പരാതിയായിട്ട് ചെല്ലുമ്പോ തെളിവ് കണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുമ്പോ തെളിവുണ്ടാക്കാൻ പറ്റൂടെ? കണ്ടെത്തലാണ് പോലീസിന്റെ പണി. പോലീസ് അതല്ല, തോക്കുണ്ടെന്നുള്ളതിന് അത് കഴിഞ്ഞ് പിന്നെയും പലരും സാക്ഷികളാണ്. പലരും കണ്ടവര് പറയുന്നു, എല്ലാം ഉണ്ട്. ഇപ്പോഴും കണ്ടവരുണ്ട്. കേരളത്തിൽ തന്നെ ഉണ്ട്, കർണാടക തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടില്ലല്ലോ. ഇല്ല, തോക്കുമായി പോയ ആളുടെ പേര് വരെ പറയുന്നുണ്ട് നമ്മൾ വീഡിയോക്കകത്ത്. ആരാ കൊണ്ടുപോയത്, എവിടെ ഇരുന്നപ്പോഴാണ് തോക്ക് പോയെന്ന് വരെ പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ നമ്മൾ വൃത്തിക്ക്, അതായത് നമ്മൾ അന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെ പിന്നീട് ഒരു ദിവസം ചെന്നിട്ട് അന്ന് ഒരാൾ തോക്കുമായി വന്നെന്നല്ല പറഞ്ഞത്. അപ്പൊ തന്നെ കൈയോടെ വേണേ പിടിക്കാം. FIR ഇട്ടപ്പോൾ ഇത് കേൾക്കടാ, FIR ഇട്ടപ്പോൾ തോക്കില്ല. FIR വന്നത് എത്ര മണിക്കാ? രാവിലെ 4 മണിക്ക്. വൈകിട്ട് 6 മണിക്കാണ് സംഭവം. ബാലയുടെ വക്കീൽ പറഞ്ഞ എന്താ, 6 മണിക്ക് നടന്ന സംഭവം 4 മണിക്ക് ഇവരെന്തിനാ പരാതി? അത്രയും സമയം ഇവരെന്ത് ചെയ്തു? അല്ല, അതിന് മുമ്പ് നമ്മൾ മീഡിയ വരുന്നുണ്ട്. അത് പൊട്ടത്തില പറയുന്ന എന്തൊക്കെയോ പറയുന്നുണ്ട്. 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ സമയം അവനിവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് തെറ്റി പറയുന്ന, പക്ഷെ അതൊക്കെ അവരുടെ ഭാഗമാണ്. പക്ഷേ നമ്മളിങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ തോക്കെന്ന് പറയുന്ന സാധനം ലൈസൻസ് ഉള്ളതോ ഇല്ലാത്തതോ എന്തോ ആയിക്കോട്ടെ, ഇല്ലാത്തതാണെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമാവും, ഉള്ളതാണെങ്കിലും ഈ പറഞ്ഞ ഇനി തോക്ക് കളിപ്പാട്ടമാണെങ്കിലും ഒരാളെ ഇതേപോലെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ തോക്കെന്ന് പറയുന്ന സാധനം ഒഴിവാക്കിക്കൊണ്ട്, അത് ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ ആണെന്നുള്ളത് പിന്നീടത്തെ വിഷയമാണ്, ഒഴിവാക്കിക്കൊണ്ട് FIR ഇട്ടിട്ട് അയാളെ വധഭീഷണി മുഴക്കിപ്പോയ ഒരാള്, ഭവനവേദന നടത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്യാതെ അത് കഴിഞ്ഞ് പിന്നീട് പലരും പരാതി കൊടുത്തപ്പോൾ അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുകയും. ഹൗസ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പൊ തോക്കിനി ഇപ്പൊ എഴുതി ചേർത്തില്ല എന്ന് വിചാരിക്കാം. അപ്പോഴും ഈ പറഞ്ഞ പോലെ ട്രെസ്പാസിംഗ് ഒന്നുമല്ല, ഹൗസ് ബ്രേക്ക് ആണ്. ഭവനവേദനം, വധഭീഷണി, ഇത് രണ്ടും നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ജയിലിൽ പോകണം, അകത്ത് പോവും. അത് പോവാതെ ഒറ്റയ്ക്കുമല്ല, വേറെ 2 ആൾക്കാർ, ജിം ട്രെയിനറും ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞൊരു ഗുണ്ടയാണോ എന്താണെന്ന് അറിയാത്ത ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വീണ്ടും അവൻ ആ തെർമോക്കോൾ പറിച്ച് കളയുന്ന വിഷ്വൽ എവിഡൻസ് അവിടെ തന്നെ ഉണ്ട്. അവൾ അത്രയും ആ സാധനങ്ങൾ എറിഞ്ഞത് ബാലയാണെന്നുള്ള ഉറപ്പാ അതുവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു 3 ദിവസം കഴിഞ്ഞ് ബാലയുടെ വീട്ടിൽ സോഫയിലിരുന്ന് തോക്ക് അന്വേഷിച്ചിട്ട് അകത്തെങ്ങും തോക്കില്ല എന്ന് കള്ളം പറഞ്ഞ് കണ്ടെത്തി. ഇല്ല, തോക്കുണ്ടോ ഇല്ലില്ല, അവിടെ നോക്കിയിട്ടില്ല. വീട് മുഴുവനൊന്നും പരിശോധിച്ചിട്ടൊന്നുമില്ല. തോക്ക് പരിശോധിക്കുന്നത് അങ്ങനെയാണോ? തോക്ക് പരിശോധിക്കുന്നത് അങ്ങനെയല്ല. തോക്കെന്നൊക്കെ കേട്ടാൽ ഒരാൾ വീട്ടിൽ കയറിയാൽ ഇത് നേരെ തിരിച്ച് നമ്മളാണ് എവിടെയെങ്കിലും പോയി ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? എന്തിനധികം പറയുന്നത്? വെറുതെ ഒരു വാക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒളിവിൽ പോയെന്നും വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞു ഒരു ദിവസം മുഴുവനും തെളിവെടുപ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് ട്രൈപ്പോഡൊക്കെ എടുത്തുകൊണ്ട് പോയ നാടായത്. ട്രൈപ്പോഡ് തോക്കെന്ന് പറഞ്ഞപ്പോൾ അതില്ല. പക്ഷെ ഇപ്പോൾ
ഇപ്പൊ ഈ ഹണി റോസിന്റെ ഇഷ്യൂ എങ്ങനെ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? നമ്മുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതുപോലെ തന്നെ സിമിലർ കംപ്ലൈൻസ് കൊടുത്തിട്ടുള്ള അല്ലെ പല തരത്തിൽ ദുരിതം അനുഭവിച്ചിട്ടുള്ളവരുടെ മുന്നിലാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. ഹണി റോസിനെ സംബന്ധിച്ച് ഹണി റോസിന്റെ ഇഷ്യൂ വലുതാണ്, അത് പരിഗണിക്കണം. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഹണി 64 പേരെ പീഡിപ്പിച്ച് ഒരു കുട്ടിയെ അതെ അതെ എന്തായി അതിനെപ്പറ്റി വാർത്തയൊന്നും കേൾക്കുന്നില്ല. പിന്നീട് ഇന്നും ബോച്ചയുടെ പുറകെ ഈ ബോച്ചയുടെ കേസൊക്കെ ഉണ്ടല്ലോ, ഇത്രയും സംസാരിക്കാന്നില്ല. ബോച്ചയെ പിടിച്ചിട്ടുണ്ട്, ബോച്ചയുടെയും ഹണി റോസിന്റെയും കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എന്തോ ചെയ്തോ, അതിനെ ഇങ്ങനെ പിടിച്ചു മാധ്യമങ്ങളെല്ലാം കൂടെ കൊട്ടിഘോഷിച്ച് ഇതെന്തോ നടന്നു. കേരളത്തിൽ ഏറ്റവും വലിയ ക്രൈമും ഏറ്റവും വലിയ എന്തോ തെറ്റും ഇതാണെന്നുള്ള രീതിയിൽ കാണിച്ചു കൂട്ടുന്ന എന്തിനാ? വേറെന്തെങ്കിലുമൊക്കെ അല്ലാതെ എന്തോ മനസ്സിലാക്കുന്ന എന്തെങ്കിലും ഹൈഡ് ചെയ്യാനുണ്ട് ഇവർക്ക് ഇത് മറച്ചോണ്ട്. അവിടെ ഒരു സാധനം പറയണ്ട, അതായത് ഈ ബോച്ച എന്ന് പറയുന്ന ആളെ കുറിച്ച് ഈ ഹണി റോസ് ഇതിനകത്ത് ചർച്ചയാകുന്നിടത്താണ് ട്രബിൾ തുടങ്ങുന്നത്. ഹണി റോസിന്റെ വസ്ത്രം ശരിയല്ല, ഹണി റോസ് ഇട്ടായിരുന്ന വേഷം ശരിയല്ല എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളും ഈ ബലാത്സംഗം ചെയ്ത കൊച്ചിനെ പറ്റി ഇവര് പറയുന്നുണ്ട്. അതാ പറഞ്ഞത്, പൊതുബോധം അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന രാഹുൽ ഈശ്വറിനെ പോലത്തെ ആളൊക്കെ രാഹുൽ ഈശ്വർ പറയുന്ന അങ്ങനത്തെ പറ്റി തന്നെയാ. അത് അങ്ങനെ പറയാതിരിക്കേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ട്. ഇല്ലാത്ത കാര്യമൊന്നും പറയാം. അതുകൊണ്ട് അത് ശരിയാകുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. വലുതൊന്നും അല്ല, ഇപ്പൊ ചെറുത് കുറഞ്ഞു പോയി, എന്നാലും ഒരു വിഭാഗം ഉണ്ട്. അങ്ങനെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് താൻ അത് അംഗീകരിക്കുമോ? ഇല്ലല്ലോ. ഞാൻ തന്നെ ഒരു കാര്യം ചെയ്തിട്ട് തന്നെ ചക്ക എന്ന് പറഞ്ഞപ്പോ പോലീസുകാർ വിളിപ്പിച്ചില്ലേ, അത് താൻ അംഗീകരിക്കും? ഞാൻ അംഗീകരിക്കില്ല. അത് തന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, തനിക്ക് തന്നെ വിളിപ്പിക്കേണ്ട അല്ലെന്ന് തനിക്കൊരു ബോധ്യമില്ലേ? എന്നെ വിളിപ്പിക്കേണ്ടതല്ല എന്നുള്ള ബോധ്യം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ബോധ്യം വരുന്നത്? അത് നമുക്കറിയാലോ. നമുക്ക് ഓക്കെ, അതിന്റെ ഒരു സിവിയറിറ്റി വെച്ചിരിക്കും. നമ്മള് ബോച്ചയ്ക്ക് അങ്ങനെ ഒരു തോന്നലില്ല എന്ന്. ബോച്ചെ അറസ്റ്റ് ചെയ്യുമെന്ന് ബോച്ചയ്ക്ക് തോന്നിയിട്ടില്ല. ബോച്ചെ അവസാന ഘട്ടത്തിൽ എങ്ങാണ്ട് മുങ്ങാൻ നോക്കി എന്നൊക്കെ പറയുന്നു. ബോച്ചയുടെ തന്നെ റിസോർട്ട് വയനാട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് ബോച്ച അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ബോച്ചയ്ക്ക് അടുത്ത ദിവസം ഒരു പരിപാടി ഉണ്ട്, ഒരു ഉദ്ഘാടനം ഉണ്ട്, കോയമ്പത്തൂർ എവിടെ ഉണ്ട്. അപ്പം ആ വഴിക്ക് പോകുന്ന വഴിയാണെന്ന് വിചാരിക്കുക. ബോച്ച ഇത് ചിന്തിച്ചിട്ടേ ഇല്ല. ബോച്ച വിചാരിക്കുന്നില്ല ബോച്ച ചെയ്തത് വലിയൊരു കുറ്റമാണെന്ന്. കാരണമുണ്ട്. കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ബോച്ച ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇവിടെ മാത്രമല്ല, ഈ ദ്വയാർത്ഥം ബോച്ച ആര് ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് ചോദിച്ചാൽ സിനിമയായിരിക്കും. ഇവിടുത്തെ സിനിമകള്, കോമഡി ഷോ, TV പരിപാടികൾ എല്ലായിടത്തും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊട്ടിഘോഷിക്കുക, കണ്ടു ചിരിക്കുക. ഹണി റോസിന്റെ ഈ പറഞ്ഞ ആ ഒരു അവയവം അതിനെ കളിയാക്കിയിട്ട് റിയാലിറ്റി ഷോയിൽ കോമഡി ഉണ്ടായിരുന്നല്ലോ. റിയാലിറ്റി ഷോയിൽ കോമഡി കാണിച്ചിട്ടുണ്ട് ഇവര്. എന്തിനാ ഹണി റോസിനെ അങ്ങനെ കളിയാക്കേണ്ട ആവശ്യം? നല്ല പോലെ കിട്ടിയെന്ന കാര്യമാണ് ചാനലുകളിലെല്ലാം ഇത് നടന്നിട്ടുണ്ട്. ബോച്ചയെ വിചാരിച്ചേക്കുന്ന എന്നാന്നറിയോ, ഇത് വളരെ തമാശയുള്ള കാര്യമാണ്, ഇതൊരു കോമഡിയാണ്, ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഈ കണ്ട പെൺകുട്ടികൾ ഇത്രയും പേരും ബോച്ചയുടെ അടുത്ത് നിന്നപ്പോൾ അവർക്ക് ആർക്കും ഒരു പരാതിയില്ല. ഹണി റോസ് നിന്നപ്പോഴും പരാതിയില്ലെന്നാണ് ബോച്ച പറയുന്നത്. ബോച്ച അത് വളരെ കൂളായിട്ട് എടുത്ത് സംസാരിച്ചെന്നാണ് പറയുന്നത്. ഇവിടെ അത് ഒരു വലിയ ഇഷ്യൂ അല്ല ഇന്ന് വരെ. ബോച്ച അറസ്റ്റ് ചെയ്ത് ഈ സീൻ ഇവിടെ നടക്കുന്നിടം വരെ ഇതൊരു ഇഷ്യൂ അല്ല. നമ്മൾ ശരിയാ, നമ്മൾ ബോച്ചയ്ക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടു. ബോച്ച ഈ പറഞ്ഞ പരിപാടി നടത്തുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ട് അത് എൻ്റെ പേഴ്സണൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുക. താനും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബോച്ചയ്ക്കെതിരെ നമ്മൾ വീഡിയോ ഇടാൻ തയ്യാറായി റെഡി ആയിരിക്കുക എന്നുള്ള കാര്യം അത് ബോച്ച ഇവിടെ പിടിച്ചില്ല എന്നുണ്ടല്ലോ. ബോച്ചയായിട്ട് അംഗം വെട്ടി ലാസ്റ്റ് ഈ കേസ് നമ്മുടെ ഉണ്ടെങ്കിൽ വന്നു. തമാശല്ല, അത് ഹണി റോസിന്റെ ഇഷ്യൂലല്ല. ഹണി റോസ് വരുന്നിടത്ത് എന്താ ഗുണമെന്ന് ചോദിച്ചാല്, ഹണി റോസ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഈ ഹണി റോസും ബോച്ചയൊക്കെ വളരെ അടുത്ത ആൾക്കാരാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്നലെ വരെ ആ പ്രശ്നം തുടങ്ങുന്നത് വരെ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. പോട്ടെ, ഹണി റോസിന് മുമ്പുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇതിനു മുമ്പ് ലിച്ചിയോ ആരാണ്ടൊരു നടിയെ പറ്റി അനാവശ്യങ്ങൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് കുറേ പെമ്പിള്ളേർ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അന്നെല്ലാം ഈ നിയമം അല്ലെങ്കിൽ ഈ പോലീസും ഈ വ്യവസ്ഥയും കോടതി അടക്കം എല്ലാവരും മിണ്ടാതിരുന്ന ഒരു നാടായത്. അപ്പോൾ ഇതിന് മുമ്പ് പോയതെല്ലാം ശരിയാവുക. ഇത് ഒന്നാമത്തെ സ്ഥാനത്ത് തെറ്റെന്ന് പറയുന്ന അത്രയും സിവിയറിറ്റി ഉള്ള ഇഷ്യൂ ആണ്. അത് ആദ്യമേ തന്നെ തടയേണ്ടതാണ്. ഇപ്പം ഈ കാണുന്ന അത്രയും സിവിയർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും ലോക്കപ്പിലിടാനും ഇങ്ങനെ 8 ദിവസം ജാമ്യം ഇല്ലാതിരിക്കാനും ഒക്കെ ഉള്ളൊരു പ്രശ്നമായിരുന്നു ഇതെങ്കിൽ ഇത് ഇന്നലെയാണോ പ്രശ്നമായത്? ഇപ്പോൾ നമ്മുടെ സിസ്റ്റം, ഇപ്പോൾ നമ്മൾ മുമ്പും പറഞ്ഞ കാര്യം, നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സർക്കാരിനോട് ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് പരാതിക്കാരി വരികയാണെങ്കിൽ പോലീസ് കേസെടുക്കും. അങ്ങനെയല്ല പറഞ്ഞത്. അത് വേറെ വിഷയം. അത് ഞാൻ പറയുന്നത് ഇവിടുത്തെ സംവിധാനം വർക്ക് ചെയ്യുന്ന അങ്ങനെയാണെന്ന് പറയുന്നത്. പരാതിക്കാർ വരികയാണെങ്കിൽ നമുക്ക് കേസെടുക്കാം, അല്ലാതെ ഇപ്പോൾ വെറുതെ കേസെടുക്കാൻ പറ്റില്ലല്ലോ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ സാഹചര്യത്തിലോട്ട് ഇതിനെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യവും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്ന രീതിയും കൂടി പോലീസിംഗ് നടക്കുന്ന രീതിയും കൂടി നോക്കിക്കഴിഞ്ഞാൽ പരാതി കിട്ടുമ്പോഴാണ് അന്വേഷണം ഉണ്ടാവുള്ളൂ.
പരാതി കിട്ടി. പക്ഷേ മറ്റേ പ്രശ്നമില്ലേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതി എന്ന് പറയുന്നത് പോക്സോ റേപ്പ്, നമ്മളും പരാതി കൊടുത്തിട്ടുണ്ട്, എടുത്തിട്ടില്ല. അത് വിട്, അല്ല അത് വേറെ വിഷയം. അതെങ്ങനെ എടുക്കാനാ? അത് പോട്ടെ. ബാല വലിയ ആളായിരിക്കും, വലിയ പുള്ളിയാ, നമ്മളെ പോലൊന്നും അല്ല. നമ്മള് വെറും പന്നന്മാര്, ചീത്ത ആൾക്കാര്, സിനിമാക്കാര് തന്നെ ബാലയ്ക്കെതിരെ കൊടുക്കണമായിരിക്കും. ആളാ, അങ്ങനത്തെ ആളാ ഞാൻ. പിന്നെ മോശമാണ്, നമ്മളെ മുടിയൊക്കെ വളർത്തിയാണ്ടൊക്കെ ചെയ്തു. മോഹൻലാലിനെ പറ്റി മോശം പറയാന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മോശം. ഇതൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അവിടെ തെറ്റിപ്പോയി. എന്തുവാന്നു ഈ പറഞ്ഞ കേസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കേസ് ഇതല്ല, അവിടുത്തെ പരാതി ഇതല്ല, അവിടെ പോക്സോ അടക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ റിപ്പോർട്ടിനകത്തൊന്നും താൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റേപ്പും ഒക്കെയാണ് നടക്കുന്നത്. ഒരു തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യാൻ ചെല്ലുന്നവരെ നിർബന്ധപൂർവ്വം ലൈംഗികമായ ഇതിനെ ഉപയോഗിക്കാൻ ചൂഷണം ചെയ്യുന്ന തരത്തിൽ പലരും അവിടെ ഇടപെട്ടിട്ടുണ്ട്, പലരും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് ഇത്തരമല്ലത്. അവിടെ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും ഒരാൾ മീഡിയ പറഞ്ഞാൽ അത് എവിഡൻസ് ആയിട്ട് എടുത്തുകൊണ്ട് സ്റ്റേറ്റിന് കേസ് എടുക്കാവുന്നതാണ്. ഓൾറെഡി പക്ഷേ റിട്ടൺ ഡോക്യുമെന്റ് ഉണ്ട്, ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെന്റ്. അവിടെ പറഞ്ഞ കാര്യത്തിന് പോലും നടപടി എടുക്കാതിരിക്കുന്നത്, ഇത്രയും ഡിലേ ആക്കുന്നത്, അത് തെറ്റ് തന്നെയാണ്. മനസ്സിലായോ? പക്ഷെ ഈ കേസ് അങ്ങനല്ല. ഈ കേസ് എന്ന് പറയുന്നത് തനിക്കിപ്പോൾ ബലാത്സംഗം ചെയ്തു അല്ലെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ലൈംഗിക ചൂഷണം നടത്തുക എന്ന് പറയുന്നത് കുറ്റമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കുറ്റകൃത്യം അവർ ചെയ്യുവാണ്. പക്ഷെ ബോച്ചയ്ക്ക് ഇത് അറിയത്തില്ല, അല്ലെ ഇവിടുത്തെ പൊതുസമൂഹത്തിനും അറിയത്തില്ല. പൊതുസമൂഹം അല്ലെ കൈയടിക്കുവോ? ബലാത്സംഗം ചെയ്യുന്ന പറയുമ്പോൾ ആരും കൈയടിക്കുവോ? എവിടെയെങ്കിലും കൈയടിക്കുമോ? ആരെങ്കിലും അടിക്കുമോ? ഒരു സംശയമെങ്കിലും ഒരാളെങ്കിലും അടിക്കുമോ? അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തോ കുഴപ്പമുണ്ട്. പക്ഷെ ഇത് അങ്ങനെയാണോ? ബോച്ചയെ എല്ലാവരും പ്രൈസ് ചെയ്യുക, ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടു നടക്കുക. അതുപോലെ തന്നെ മോഹൻലാൽ അന്ന് ലാസ്റ്റ് പടം എടുക്കാം, ഹണിറോസുമായിട്ട് മാത്രം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സീൻ മാത്രമല്ല, സിനിമയിലും ടി വിയിലും എല്ലാം സ്ഥിരമായിട്ട് ഈ പറഞ്ഞ നശിച്ച പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ ബോഡി ഷേമിങ്ങും ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്ന പരിപാടി ഓക്കെ, കൈ അടിച്ചുകൊണ്ടിരുന്ന സാധനം പെട്ടെന്നൊരു ദിവസം ഇപ്പൊ പ്രശ്നമായേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അത്ര സിവിയർ ആയിരുന്നെങ്കിൽ നേരത്തെ വാണിംഗ് കിട്ടണമെന്ന്, നേരത്തെ ഇത് കേസ് എടുക്കണം, സ്വമേധയാ കേസ് എടുക്കണം. അല്ലാതെ ഇതൊരാൾ വന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ല. ഇത് ഇത്രയും വർഷമായെന്ന് ബോച്ച പറയുന്നു. ബോച്ചയ്ക്കും അറിയത്തില്ല. ബോച്ച ഇന്നലെ പറയുന്നത് അതൊക്കെയാ, എനിക്കറിയത്തില്ല. അത് തന്നെ പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു അയാളുടെ അറിവില്ലായ്മ. ഇപ്പം വേറെ കാര്യമുണ്ട്, നിയമം അറിയില്ല എന്നുള്ളത് നിയമത്തിലൊരു എക്സ്ക്യൂസ് അല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ സംവിധാനം വീക്കാണെന്നുള്ള കാര്യത്തിൽ എനിക്കോ തനിക്കോ സംശയമില്ലല്ലോ. നമുക്കറിയാം ഈ ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയുന്നതിന്റെ ആ നിയമത്തിന്റെ പ്രശ്നമുണ്ടല്ലോ ഇപ്പൊ പറയുന്നത്, ഇത്രയും സിവിയറായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ് എന്നുള്ളത് അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കും അറിയത്തില്ല. തനിക്കറിയാമോ? ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഒരു ജോക്ക് അടിക്കുന്നവരെല്ലാം ജയിലിൽ പോകുന്നത് എനിക്ക് അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ ഒരു സ്ത്രീയെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഞാൻ ജോക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ക്രൈമാണെന്ന് എനിക്കറിയാം. അതിന് ഇവിടെ അത് പബ്ലിക് സ്ത്രീക്ക് അതിനകത്ത് ഇവിടെ പരിഗണന പരിഗണനയൊക്കെ ഉണ്ടെന്നേ, അതൊക്കെ വേറെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇപ്പൊ ഈ ദ്വയാർത്ഥ പ്രയോഗം മാത്രമല്ല വന്നേക്കുന്നത്, ഇതിന് പുറകെ നടന്ന് എന്തോ ചെയ്തിട്ടുണ്ട് ബോച്ചെ. കാരണം ഈ പരിപാടി ഇവിടെ നടക്കുന്ന അത് വേറെ വിഷയം. അവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. അത് മീഡിയ വന്നിട്ടില്ല, ഇത് രഹസ്യമൊഴിയാ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പ്രശ്നം വേറെ പോട്ടെ. ഇവിടെ ഹെൽനോസ് പാട്ടാന്ന് പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. ഹെൽനോസ് പാട്ടയുമായിട്ട് ഈ ബോച്ചയുടെ മാനേജർ എന്നെന്തോ അനാവശ്യം കാണിച്ചിട്ട് സീക്രട്ട് ഏജന്റിനടക്കമൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. ഇവിടെ എന്തോ ബോച്ചൻ മിസ്ബിഹേവ് ചെയ്തു, ബോച്ചയുടെ മിസ്ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്തോ തരത്തിലുള്ള അപ്രോച്ചുകൾ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽനോസ് പാട്ടയുടെ വീഡിയോ വന്നു. അപ്പൊ ഹെൽനോസ് പാട്ട പറയുന്നത് എന്താണെന്നറിയോ? ഇവരെ പോലുള്ള ആളുകൾ, അതായത് ഭയങ്കര പണമുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇടപെട്ടപ്പോൾ പേടിച്ചിട്ട് ഇവർ മിണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ പറഞ്ഞ പെണ്ണ് പരാതി കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെ ഇതിന് മുമ്പുണ്ടായവരെല്ലാവരും വിചാരിക്കുന്നത് ഇതാണെങ്കിലോ, അവരെല്ലാം പേടിച്ചിട്ടായിരുന്നെന്ന് പറഞ്ഞാലോ? ആ കൊടുക്കുന്നത്. പക്ഷെ അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? ഇതിന് മുന്നേ പോയവർക്ക് ഇപ്പോഴും കൊടുക്കത്തിട്ടില്ല. അവർക്കാർക്കും പരാതി ഇല്ലെന്നാണോ? അവർക്കാർക്കും പരാതിയില്ല. ഇപ്പോൾ ആളുകൾ ചിലപ്പോൾ ഇനിയും എഴുന്നേറ്റൊക്കെ വരുമായിരിക്കും, പലയിടത്തൊക്കെ ഒളിച്ചിരിക്കണായിരിക്കും. വരാനൊക്കെ സാധ്യത ഉണ്ട്, ഇല്ലെന്നും പറയാൻ പറ്റില്ല, വരുമെന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന വിഷയം ഇവിടെ ഹണിറോസും ബോച്ചയല്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് മനസ്സിലായി, താൻ പറയുന്ന കാര്യം മനസ്സിലായി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സിനാരിയോയില് ഇതിങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ഇവിടുത്തെ ഒരു ജുഡീഷ്യൽ സ്റ്റേറ്റിന്റെ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് ഈ സാധനം ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ഒരാൾ മരിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറയത്തില്ലേ? ഇപ്പൊ ഇവിടുത്തെ ട്രാഫിക്കില് ബസ്സുകൾ. താൻ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി, താൻ പറയുന്ന കാര്യം ശരിയാണ്, 100% ശരിയാണ്. ഈ വിഷയം ഉണ്ടാകുമ്പോൾ മുതൽ ഇവിടെ അത് വാൺ ചെയ്യുകയും അത്തരം പരിപാടികൾ നടക്കരുതെന്ന് പറയുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സ്റ്റേറ്റിനും ഗവൺമെന്റിനും പോലീസിനും ഒക്കെ ഉണ്ട്. ഇത് നേരത്തെ അനൗൺസ് ചെയ്യണമെന്ന്, ലോ പാസ്സാക്കണമെന്ന്. ഈ സാധനം ഉപയോഗിക്കാൻ പാടില്ല, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്, അതിനൊരു ലിസ്റ്റ് അങ്ങ് എടുക്കുക. ഇതിനെന്ത് സമയം എടുക്കുമോ? ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പൊതുസ്ഥലത്ത് പാടില്ല
ഇനി പൊതുസ്ഥലത്തുനിന്നല്ല, പ്രൈവറ്റ് ആയിട്ടാണ് ഒരാളെ വിളിച്ചിരുത്തി അങ്ങനെ ചെയ്യരുത്. ഇത് എന്ന് തൊട്ട് തുടങ്ങിയതാ. ഏറ്റവും കൂടുതൽ ഇത് സിംപ്ലിഫൈ ചെയ്തേക്കുന്ന സിനിമയിലാണ്. മനസ്സിലായി? സിനിമയിൽ ഇത് വൻ കോമഡി ആയിട്ട് കൈയടിച്ചിരിക്കുന്ന സാധനമാണ്. എല്ലാവരും മോഹൻലാലിനെ പോലത്തെ ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത്ര സൂപ്പർ സ്റ്റാർ ആണ്. ഇപ്പോൾ കേണലാണ്. ബോച്ച അത്രയൊന്നും ഇല്ല. ബോച്ച ഡോക്ടറേറ്റ് ഉണ്ട്. മോഹൻലാൽ ഡോക്ടർ ബോച്ച കേട്ടോ ഈ കാണിച്ചേക്കുന്നത്. എന്നോ ഡോക്ടറേറ്റ് ഒക്കെ കൊടുക്കുന്നവരൊക്കെ ഇവിടെ ഇങ്ങനത്തെ തീട്ടങ്ങൾ കാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ബാല ഡോക്ടർ 10ാം ക്ലാസ് കഴിഞ്ഞ് ഡയറക്റ്റ് പോകും ഡോക്ടറേറ്റ് എത്തുന്നത്. ചുമ്മാണ് ഡോക്ടർ മോഹൻലാൽ. അണ്ണനും കൂടി ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി ഇത് അവസാനിക്കും. അണ്ണന് ആറാട്ടന് ഡോക്ടറേറ്റ് ഇടുന്നതോടെ പരിപാടി തീർക്കുക. ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഡോക്ടർ രജിത് കുമാർ അയാൾ പറഞ്ഞേക്കെ എന്തൊരു ശ്രീവിരുദ്ധ പറഞ്ഞിട്ടുണ്ട്. അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ബുക്കൊക്കെ എഴുതി അതൊക്കെ വായിക്കും ആൾക്കാർ. ഇവിടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ സ്ഥലങ്ങളാണ്. പുള്ളിയെ കൊച്ചു പിള്ളേരെ ട്രെയിൻ ചെയ്യാനാണ് വിട്ടത്. അതായത് ഇവിടെ മോട്ടിവേഷൻ ട്രെയിനർന്ന് രജിത് കുമാർ. ഈ ബോച്ചയ്ക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, മോഹൻലാലിന് ഡോക്ടറേറ്റ് ഉണ്ട്, കേണലാണ്, മറ്റേ പത്മഭൂഷൺ ഉണ്ട്, വേറെന്തൊക്കെയുള്ളേ? ഭരത് മോഹൻലാലാണ്. അയാൾ ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മൾ പറയും ഇത് സിനിമയിലാണ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇത് സിനിമ ചെയ്തതാണ്, അതുകൊണ്ട് കാര്യമില്ല. സിനിമയാണ് ഇതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുള്ള നാടാണത്. അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാന്ന് പറയട്ടെ, സിനിമ കാണുന്നത് ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിലുള്ള പിള്ളേർ വരെ കാണുന്നുണ്ട്. അപ്പൊ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക ചെയ്യുന്നത്. അതാ പറഞ്ഞത്, അത് സ്റ്റേറ്റിന്റെ കുഴപ്പമാണ്. ഇപ്പൊ അഡൽട്സ് ഓൺലി ഇങ്ങനത്തെ കമന്റ്, ഇത്തരം ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയാം. ബ്ലാക്ക് ഹ്യൂമർ ഇവിടെ ഇല്ല. ഈ ഇത്തരം എന്താ പറയുന്നത്, അഡൽട്ട് ജോക്സ് ഒക്കെ പറയുന്ന സിനിമകൾ കൊച്ചു കുട്ടികളെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സംവിധാനത്തിന്റെ കുഴപ്പമാണ്. അത് എ സർട്ടിഫിക്കറ്റോട് കൂടി വരേണ്ട പടമാണെന്ന് വിചാരിക്കുക. സീരിയലിനെയും ടി വി ഷോ എന്ത് ചെയ്യും? ടി വി ഷോയും ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യണം, സെൻസർ ചെയ്യണം. ഇവരെല്ലാം ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഒരു മൈര് പറഞ്ഞപ്പോ ഇവരെന്നെ അറസ്റ്റ് ചെയ്തില്ലേ? താൻ പറയാൻ പാടില്ല. അത് ഞാൻ എവിടെയാ പറഞ്ഞത്? പറയാന്ന് പറഞ്ഞാൽ താൻ വെറുതെ പറയല്ല. താൻ ഒന്നാമത്തെ കാര്യം കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഇത് ആളുകൾക്ക് കുറെയൊക്കെ മനസ്സിലാവുന്നു. മനസ്സിലാവട്ടോ? ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നു. അവരിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, തിരിച്ചറിയും. ഒരു കള്ളത്തരം ചിലപ്പോ അങ്ങ് തിരിച്ചറിയും. മനസ്സിലാക്കുന്ന സാഹചര്യം വരുമ്പോഴേക്കും അത് ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലാവട്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്നുള്ളത് അവിടുത്തെ കാരണം വേറെയാണ്. അതിനകത്തൊരു മൈരാണ് പ്രശ്നമായിട്ടുള്ളത്. അതിന്റെ ഇടയിൽ എടുക്കാൻ പറ്റുന്നത്, തന്നെ പിടിക്കാൻ പറ്റുന്ന ഒരു മയിലൊക്കെ പിടിച്ചോണ്ടാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ തെറി എന്ന് പറയുന്ന വാക്കിനകത്ത് യൂട്യൂബിലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന തെറികൾ ഇതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ തെറി വരുന്നത് കമന്റ്സിലാണ്. അതിനെതിരെ ഒരു ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല. കുട്ടികൾ തെറി പഠിക്കുന്നുണ്ട്. ഇതേ തെറി നമുക്ക് കാണാം ഒരു കൊച്ചു വീഡിയോ വന്ന് പറയുന്നുണ്ട്. ഇവന്മാർ പറയുന്ന ടൈപ്പ് ചെയ്ത് വെക്കുന്ന തരം തെറി തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചൻ വന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് പഠിച്ചാ. മൈരെന്നൊക്കെ പറയുന്ന തെറിയൊന്നും പിള്ളേർക്കൊന്നും അറിയാത്തൊന്നുമല്ല. ഏത് അക്ഷരം വായിക്കാൻ പഠിക്കുന്ന കൊച്ചുങ്ങളും ചിലപ്പോൾ ഇതൊക്കെ പഠിച്ചിരിക്കും. സ്കൂളിൽ കൊച്ചിലെ തൊട്ട് ഞാൻ 6 5 കണ്ട് പഠിക്കുമ്പോൾ എനിക്ക് മൈര് അറിയാം. അതത്ര ഭയങ്കരമായ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കേണ്ട തെറിയായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അതിനെ ഇവിടുത്തെ പൊതുസമൂഹത്തിനെ സംബന്ധിച്ച് മൈരെന്ന് പറയുന്നത് ഒരു മൈര് മാത്രമാണ്. അല്ല, തമാശയിലോ അത്ര ഭയങ്കര ഭീകര അന്തരീക്ഷമൊന്നും മൈരിനില്ല. ആരും ഒരൊന്നും അല്ലത്. അതുകൊണ്ടൊക്കെ നമ്മളൊക്കെ ഇത് ചിലപ്പോൾ അങ്ങ് ഉപയോഗിച്ചു പോകും. ഇത് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനമാണേ. 10 വർഷം മുമ്പാണല്ലോ തുടങ്ങിയത് പരിപാടി. അപ്പൊ ആ സമയത്തേക്ക് തന്റെ കമന്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? തെറിയായിരുന്നു, ഫുൾ തെറിയാണ്. തെറി എന്ന് പറഞ്ഞാൽ പച്ചക്ക് തെറിയായിരുന്നു. പച്ചത്തെറി, ഫോട്ടോ മോർഫ് ചെയ്തിടുന്നു. അമ്മയെ ബലാത്സംഗം കഴിഞ്ഞിട്ട് നാട് വിട്ടവരാന്ന് പറയുന്നു, പെങ്ങളെ പീഡിപ്പിച്ചിട്ട് നാട് വിട്ടവരാന്ന് പറയുന്നു. 10 വർഷം മുമ്പ് ഒറിജിനലൊക്കെ കൊണ്ട്. അയ്യോ, ഇതിലും കൂടുതലാണ് തെറി. അന്നാടാ ഈ മോഹൻലാൽ ഫാൻസ് പൊങ്കാല ഇടുന്നേ. പൊങ്കാല എന്ന് പറഞ്ഞൊരു പരിപാടി ഇടും. എന്നിട്ട് ഇവന്മാർ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ട് ചുമ്മാ വന്ന് 1000 പേരൊക്കെ കമന്റ് ഇടും. എന്നെ ഒരു ദിവസം ഫോൺ ചെയ്ത് 4000 പേരാ തെറി വിളിക്കാൻ. ഡിസ്ലൈക്ക് എത്ര പറഞ്ഞത്? എനിക്ക് ഒരു ദിവസം 4000 പേരുടെ കോൾ ലിസ്റ്റ് കിടക്കും. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇത് ഇട്ടിട്ട് പോവുക. ഒരുത്തനെ എടുത്തപ്പോഴാണ് ഒരു 23 മിനിറ്റ് ഞാനും അവനോട് സംസാരിക്കുന്നതിന് അവൻ തെറിയും പറയുന്നു, ഞാൻ അവനോട് സംസാരിക്കുന്നു. അവൻ തന്നെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ഇടുന്നു. മാസ് കാണിച്ച. പക്ഷെ പിന്നീട് മനസ്സിലായത് പൊട്ടത്തരായി പോയി. ഇതുപോലെ എത്രയോ പേര് വിളിക്കുന്നു. ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും. ഇത് നമ്മളും കാണുന്നുണ്ട്, ഈ പറഞ്ഞ ആൾക്കാരും കാണുന്നുണ്ട്. പിന്നെ ഞാനത് മനസ്സിലാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട്, മാനസിക നില തെറ്റിയവരൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് പോകാം. അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ഥലം. കൊച്ചു പിള്ളേരെ സ്കൂളിൽ ചെന്ന് ഇതുപോലത്തെ കോമഡികൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർ മാജിക്കിൽ നിന്ന് പഠിക്കുന്ന കണ്ണിമതൻ കാമനോട്ടം. ഈ പാട്ട് കുഞ്ഞു പിള്ളേർ പാടിക്കൊണ്ടു നടക്കണ്ടോ? ഉണ്ട്. എന്ത് ഈ കാമനോട്ടം? അതൊരു കാമനോട്ടം എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഒരു കിഡ്. കാർട്ടൂൺ വരെ കൊള്ളത്തില്ല പിള്ളേർ കാണുന്നത്. ഇവിടുത്തെ കാർട്ടൂൺ 10 വയസ്സുള്ള ഒരു കിഡ് കാമനോട്ടം എന്താന്ന് ഒരു 8 വയസ്സുള്ളവരെ എന്നോട് ചോദിക്കുകയാണ്, എന്താണ് ഈ കാമനോട്ടം എന്ന് പറഞ്ഞാൽ. അപ്പൊ 10 വയസ്സുള്ളവൻ പറയാണ്, എനിക്കറിയാം പക്ഷെ പറയൂലെന്ന്.
അതാണ് ഇവിടുത്തെ വിഷയം. ബോച്ചയെക്കാളിലും ടോക്സിക് ആയ സാധനങ്ങൾ വളരെ തമാശ രീതിയിലും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരാളും ഇവിടെ നിസ്സാരവൽക്കരിച്ച് കാണിക്കുന്നുണ്ട്. ഇത് ഒരു നമുക്ക് ഈ ലാസ്റ്റ് ഓർമ്മ വന്ന ഇത് മാത്രമൊന്നുമല്ല, അതിന് മുമ്പ് ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നും മോഹൻലാലിന്റെ ഭാഗത്തുനിന്നും ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്നും എല്ലാം. മമ്മൂട്ടി കുറച്ച് കുറവായിരിക്കും, മമ്മൂട്ടി പിന്നെ ഡയറക്റ്റാ പറയുന്നത്, മനസ്സിലായല്ലേ? മറ്റേത് അങ്ങനല്ല, ഭയങ്കര. മാത്രമല്ല അന്ന് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ മോശമായിരിക്കും, അപ്പോൾ അത്ര ഹീറോയ്ക്ക് ആയിരിക്കത്തില്ല അയാൾ അത് ചെയ്യുന്ന സമയത്ത്. മോഹൻലാൽ അങ്ങനല്ല ചെയ്യുന്നത്. മോഹൻലാലാണ് ഈ സാധനം ഇത്രയും ഈ ബോച്ചയെ പോലെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്. ബോച്ച ചിലപ്പോൾ മോഹൻലാലിന്റെ ഫാൻ ആയിരിക്കും. ഈ രാഹുൽ ഈശ്വർ മോഹൻലാലിന്റെ ഫാൻ അല്ലേ? ചവിട്ടാനും തൊഴിക്കാനും വീട്ടിൽ പെണ്ണ് വേണമെന്ന് പറയാം. റിവേഴ്സ് ഗിയർ ഇല്ലാത്ത വണ്ടികൾ എത്ര നമ്മൾ കാണുന്നുണ്ട് റോഡിൽ ഇയാളെ ഇൻഫ്ലുവൻസ് ആയിട്ട്. ചിലവന്മാർക്ക് റിവേഴ്സ് ഇടാൻ എന്തോ ഒരു കുറച്ചിൽ പോലെ. കാരണം എന്നാ, ഇതൊക്കെ തലേ കിടക്കോ ഈ മണ്ടത്തരം പറയുന്നതൊക്കെ. ഈ രഞ്ജിത്ത് കാണിച്ച തെണ്ടിത്തരം ഇതൊക്കെ എന്തൊരു നാണക്കേടാന്നറിയാം. മുണ്ടും മടക്കി കുത്തി നടക്കും, മീശ പിരിക്കുന്ന എന്തോ വലിയ സംഭവമാക്കി. മീശ പിരി ഒരു ആണിനെ സംബന്ധിച്ച് വലിയ സാധനമാണോ? എനിക്കറിയത്തില്ല. ആണുങ്ങളെന്ന് പറഞ്ഞാൽ മീശയും പിരിച്ച് മുണ്ടും മടക്കി കുത്തി അടി ഉണ്ടാക്കാനും ചെല്ലുക, എവിടെയെങ്കിലും റിവേഴ്സ് ഇടാതിരിക്കുക. മീശ പിരിച്ച് മുണ്ടെടുത്തോണ്ട് മീശ പിരിക്കുന്നതിനെ പണ്ട് പോലെ ഊക്കും. നമ്മളിങ്ങനെ പണ്ട് പോലെ നമ്മളിങ്ങനെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ മീശയൊക്കെ പിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കുളച്ചു വിടും. അപ്പൊ ഒരുത്തനിങ്ങനെ ബൈക്കിൽ വരികയാണ്, മീശയൊക്കെ പിരിച്ചു വെച്ചു ഒന്നിങ്ങനെ നിർത്തി. അപ്പോൾ ചോദിച്ചു എന്താണ് മീശയൊക്കെ പിരിച്ചു? പെട്ടെന്ന് പുള്ളി കയറിയില്ല, വന്നു പുള്ളി പെട്ടെന്ന് അതെ കാറ്റടിച്ചപ്പോ പോയതായിരിക്കും. ഈ മീശയ്ക്ക് ഇങ്ങനെ പിടിച്ചു നടക്കുന്നവന്മാരുണ്ടാകുന്ന വന്ന് അതേപോലത്തെ ഒരു സാധനം അത് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ, പല സ്റ്റൈലുകൾ ആൾക്കാർ ഇവരിൽ നിന്നും പകർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ തരം മാനസികാവസ്ഥ. എടോ എനിക്ക് പണ്ടുണ്ടാകുന്ന പെമ്പിള്ളേരുടെ അടുത്ത് ചൊറിച്ചില്, ഞാൻ ആവശ്യമില്ലാതെ മറ്റേ ടോക്സിക് ആകുന്നു, എനിക്ക് അറിയത്തില്ല ഇതെന്തോ ആണ് എന്ന്. ഞാൻ ഈ മോഹൻലാലിനും ദിലീപിന്റെ ഒക്കെ ഫാനാണ്. അത് കഴിഞ്ഞ് ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ ആയപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് ഇച്ചിരിയൊക്കെ ബോധം വരുന്നത്. അതിനു മുമ്പ് ഞാൻ പെമ്പിള്ളേരോടൊക്കെ വഴക്കുണ്ടാക്കി തെരുവിളിക്കൊക്കെ ചെയ്യും. വെള്ളമൊക്കെ അടിക്കും, വെള്ളം കുടിച്ചിട്ട് ഷോയാ തല്ലുണ്ടാക്കും. ചാടി ചെന്ന് ആരെങ്കിലും മുന്നിൽ നിന്ന് അടി ഉണ്ടാക്കി കൊടുക്കും, ബാക്കിയുള്ളവർ വന്ന് അടിക്കും. ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ അങ്ങ് അടി ഉണ്ടാക്കി തുടങ്ങി കൊടുത്താൽ മതി. ബാക്കി ബാറിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഞങ്ങളൊക്കെ അവിടെ പല സ്ഥലത്തും ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക്. ഈ തല്ലുണ്ടാക്കാൻ നിൽക്കുന്നവരുണ്ട്. മോഹൻലാൽമാർ ഒരുപാട് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനപ്പോ എന്ത് ചെയ്യുമെന്നറിയോ, ഈ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് മോഹൻലാലിന് തല്ലുണ്ടാക്കാൻ ഒരു അവസരം എടുക്കും. മോഹൻലാൽ എന്നെ രക്ഷിക്കും വന്ന് അവര് ഞാനും അവനെ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ മോഹൻലാൽമാർ വന്ന് അവരെ അടിക്കും. അതാ അല്ല, ഞാൻ മോഹൻലാലായിട്ടില്ല, എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് അടി ഉണ്ടാക്കാം. എനിക്ക് ആടുതമയായ കൊള്ളാന്നൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ആടുതമ ഡിഫറെന്റ് സ്റ്റോറിയാ. എന്നാൽ പോലും ഈ സാധനം അപ്പൊ ആ രീതിക്ക് പലതും ഇവരിൽ നിന്നും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സാധനവും വളരെ സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ മനുഷ്യൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി ലൈഫിലും യൂസ് ചെയ്യുന്നവരുണ്ട്. സ്ഫടികം സിനിമയുടെ മറ്റേ ഡിസ്ക് ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ഞാനിതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കാണും വീട്ടിലിരുന്ന്, ഇങ്ങനെ വെറുതെ ഇടയ്ക്കിടയ്ക്ക്. അതെ അതെ അതെ, സ്ഫടികം സിനിമയുടെ ഡിസ്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഇങ്ങനെ കാണും. അപ്പൊ ഇതിങ്ങനെ ഇട്ട് കാണും ഞാൻ വെറുതെ ഇരുന്ന്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ ഇതിങ്ങനെ ഇട്ട് കണ്ടോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ പലതവണ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് വെറുതെ തോന്നുന്നു ഈ അപ്പനാൾ അത്ര ശരിയല്ലോ എന്നൊക്കെ തോന്നുന്നു വെറുതെ. മനസ്സിലായോ? സിനിമയുടെ ഇൻഫ്ലുവൻസ് ആയി പറയണേ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ വെറുതെ ഞാൻ നോക്കുകയൊക്കെ ചെയ്യും പുള്ളിനെ എന്താണോ എന്നുള്ള ഭാവത്തില്. മനസ്സിലായോ? പുള്ളിക്ക് അത് മനസ്സിലായി. പുള്ളി എന്താ അറിയാം, പുള്ളി നൈസായിട്ട് വന്നിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഓക്കെ അതെ ഡിസ്ക് ഒന്നും തന്നെ വേറൊരാൾക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ പുള്ളി മേടിച്ചോണ്ട് പോയി. പിന്നെ അത് തന്നിട്ടില്ല, എടുത്തോണ്ട് പോയി പുള്ളി. മനസ്സിലായോ? അത് പ്രശ്നമാണ്. അല്ല അതുപോലെ ഒത്തിരി ഉണ്ടോ. ഒരു സമയത്തുള്ള സിനിമകളെല്ലാം ഇങ്ങനത്തെയാ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മോഹൻലാലിന്റെ ഒരു സിനിമകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ പോലീസിനെ തല്ലല്. പോലീസിന് ഇത്രയും തല്ലുന്ന വേറെ സ്ഥലവും ഇല്ല. രഞ്ജിത്ത് ഷാജിക്കാല് വരുമ്പോ വേറെ വരും. ഷാജിക്കാല് രഞ്ജിത്ത് കൂടി കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർക്ക് അടി ഉറപ്പാ. എങ്ങനെയാലും ഒരു പോലീസുകാരൻ വില്ലനാവും. വില്ലന്മാരില്ലെന്ന് ഞാൻ പറയുന്നില്ല, കൈക്കൂലി പിടിക്കുന്നവരും കള്ളന്മാരായിട്ടുള്ള പോലീസുകാർ ഒരുപാട് എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാന്യമായിട്ട് ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് വരെ നാണക്കേടുണ്ടാകുന്ന ഒരുപാട് ആളുകൾ എണ്ണം കൂടി വല്ലാണ്ട് കൂടിയിടും. ഭയങ്കര നാശം, തന്തയേക്കാൾ മോശം, അഴുക്ക പയല്, അതുങ്ങളൊക്കെ പോലീസിൽ കയറിയേക്കുക. എന്നിട്ട് കൈക്കൂലിയോട് കൈക്കൂലി, കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു, പലതരം തരികകൾ ചെയ്ത് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കൂടിയേക്കുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ പോലത്തെ കേസുകൾക്ക് എന്നെപ്പോലുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പ് ഉയർത്തി ഫോട്ടോ ഇട്ടിട്ട് സോഷ്യൽ മീഡിയ വരുന്നത്. അത് CPM-ന്റെ ഞാൻ ഇതിനൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെന്ന് പറയുമ്പോൾ CPM-ന്റെ ഒരു അധപ്പതനമുണ്ട്. CPM-ന്റെ അധപ്പതനത്തോടുകൂടി കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ മാറ്റമുണ്ട്.
CPM പോലത്തെ ഒരു പ്രസ്ഥാനം ഇങ്ങനെയായി മാറിയതിന്റെ പുറകില് ഭയങ്കര മോശം അവസ്ഥയാണ്. സത്യത്തിൽ വിഷമമുണ്ട്. ഞാനൊരു ആരും വന്ന് ചോദിക്കും, ആരാണതൊക്കെ അന്വേഷിക്കാൻ? ആരും വരാനില്ല. ആരുമില്ല ഇനി വരാൻ. നേരത്തേക്കെന്ന് വെച്ചാൽ ഇവര് എതിർത്ത് ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടാണല്ലോ ഇതിനെ എതിർത്തേനെ. ഇനിയിപ്പോ എന്താ പറയാമോ, ഇനിയിപ്പോ ചെകുത്താനൊക്കെ ഉള്ളൂ. ചെകുത്താൻ അങ്ങനെയൊന്നും പറയല്ലേ, എന്നെ പിന്നെ ആൾക്കാർ പിടിച്ചോണ്ട് ഞാൻ ചുമ്മാ അടങ്ങിയിടും പറയാനെങ്കിലും ഇതെല്ലാം കൂടെ എന്താ വില വരുമോ? താൻ ആവശ്യമില്ലാത്ത ഇത് കട്ട് ചെയ്ത് കളയണം. നീ വല്ലതും പറയണേ. ഞാൻ സമരമൊന്നും ചെയ്യുന്നില്ല, ഞാൻ അഭിപ്രായം പറയുന്നേ. അഭിപ്രായം പറയാനെങ്കിലും ആള് വേണമല്ലോ ഇവിടെ. സിറ്റുവേഷൻ എന്തായിരുന്നു? കട്ടായി പോയി. അല്ല, താൻ പറഞ്ഞ വേറൊരു സിറ്റുവേഷൻ ഇവിടെ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്താന്ന് ഞാൻ പറയട്ടെ, ഈ മാതൃകയാവുന്നെന്ന് പറയത്തില്ലേ, അതായത് ഇങ്ങനത്തെ ഒരു ശിക്ഷാതയും രീതി ഒരു മാതൃകയാണെന്ന് താൻ പറഞ്ഞില്ലേ? അല്ല, ഇപ്പൊ കമന്റ്സ് കുറഞ്ഞു, ഭയം ഉണ്ടാക്കി, അത് വന്നെന്ന് പറഞ്ഞില്ലേ? അത് ശരിയാകത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇല്ല, അങ്ങനെയല്ല. അത് കറക്റ്റ് ആവത്തില്ല എന്നുള്ളതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ തല വെട്ടുന്നൊരു സീനില്ലേ, ഒരാളെ തൂക്കിക്കൊല്ലുക, തല വെട്ടുക, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? പറ്റത്തില്ലല്ലോ. അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ബോച്ചയെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അതായത് നമ്മൾ പറയാം ബലാത്സംഗം ചെയ്ത് വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞ പോലെ ദ്വയാർത്ഥം പറഞ്ഞാൽ 5-10 ദിവസം ജയിലിലിടണം, ഇങ്ങനെ കൊണ്ടു കിടന്ന് അപമാനിക്കണം. ആ സിവിയറിറ്റിയും മറ്റേ സിവിയറിറ്റിയും നോക്കിയാൽ നമ്മൾ ഈ തലവെട്ടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമായ ഒരു സാധനമാണ്, ലൈറ്റ് വേർഷനാണ് ഇപ്പോൾ ബോച്ചയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു മാതൃകയാക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ബലാത്സംഗം ചെയ്ത് ഗോവിന്ദച്ചാമിയുടെ തൂക്കിക്കൊല്ലേണ്ടി വരും, തല വെട്ടി റോഡിലിട്ട് വെട്ടിക്കൊല്ലേണ്ടി വരും. അങ്ങനെ പേടിപ്പിക്കാനാണെങ്കിൽ, അങ്ങനെ പേടിച്ചാൽ ഈ ക്രൈം നിൽക്കുമെന്ന് ആരാ പറഞ്ഞ്? ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നവർ ഒരിക്കലും, ഞാൻ പറയാം, ഈ വാർത്ത കണ്ടിട്ടില്ല, അവർക്കറിയത്തൊന്നുമില്ല എന്തിനാണ് അവർ ജീവിച്ചിരിക്കുന്നത്. അതൊരു മാനസിക പ്രശ്നമാണ്, ഭയങ്കര ക്രിമിനൽ ടെൻഡൻസിയാണ്. ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാണ്, ഇതൊക്കെ നിയമ നടപടിയൊക്കെ ആദ്യമേ ഉണ്ടാവണ്ടായിരുന്നു, അല്ലെങ്കിൽ ആദ്യമേ വാൺ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കുന്നു. അത് ചെയ്തിട്ടില്ല. അത് കാര്യം പറ, പോലീസല്ലേ ചെയ്തേക്കണേ. ഇത് കേസാവൻ ആരാ കാരണം? ബോച്ചയാണ്. ഹണിറോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് വലിച്ചുകൊണ്ട് പോയത് ബോച്ചയാണ്. അതിന് മണ്ടയ്ക്ക് സ്കോർ ചെയ്യാൻ നോക്കി, ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോയി, പേര് പോലും പറയാതെ. ഇപ്പുറത്തെ അളിയനെല്ലാം പറഞ്ഞ് പിന്നെയും ചൊറിഞ്ഞു. അപ്പൊ പുള്ളി അത് ശരിയാടോ. ബോച്ചയുടെ ഭാഗത്ത് എല്ലാ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ബോച്ച തുടക്കം തൊട്ട് പ്രശ്നം എന്നെ കൊണ്ട്, ഞാൻ അയാളുടെ വീട്ടിലിരിക്കുന്നവരെ തെറി വിളിക്കുന്ന പോലത്തെ വീഡിയോ ഞാൻ ഇടേണ്ടി വന്നത്. മനസ്സിലായോ? ആ വീഡിയോ മനസ്സിലായില്ലേ ഏതാന്ന്? താൻ തന്നെ മോക്ക് കൊണ്ട് കൊടുക്കടോ ഗിഫ്റ്റ് എന്ന് പറയിക്കുന്ന രീതിയിലത്തെ ഒരു സാധനം, അത് ബോച്ച ചെയ്തതാ. ഇത് നമ്മളെ കൊണ്ട് വരെ പറയിപ്പിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. ഇതിപ്പോൾ ഞാൻ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത്തിരി സാധനങ്ങളെ ശരിക്കും പറഞ്ഞാൽ എത്രയോ പേര്, ഈ സ്റ്റാർ മാജിക്കിലെ ഈ അളിഞ്ഞ കോമഡിയെ പറ്റിയൊക്കെ എത്രയോ പേര് വ്ളോഗ് ചെയ്തു. ആ ഗായത്രി സുരേഷ് എന്താ കൊച്ചിൻ്റെ പേര്, ഗായത്രി റോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെങ്കൊച്ച് കുറേ കിടന്ന് വേളം വെച്ചതിനെതിരെ അന്ന് ടിനിടോം വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അവളെ ക്ലാസ് എടുത്തു. എന്നിട്ട് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഉർവശി ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞല്ലോ, അതായത് ഈ അപ്പുറത്തുള്ള ഒരാളെ ഇപ്പോൾ കാല് വയ്യാത്ത ഒരു ഇതാണെങ്കിൽ അതെന്താ ചട്ടിക്കാലം എന്താ വിളിക്കാറില്ലേ, നൊണ്ടി ഇത് വിളിക്കുന്നത് പോലും ശരിയല്ല. സിനിമയിലായാലും സിനിമയിലും പാടില്ല എന്നാ ഞാൻ പറയണത്. അതിനിപ്പോൾ അങ്ങനത്തെ സ്കിറ്റ് പുള്ളിക്കത്ത് പറയാ, സ്കിറ്റ് കണ്ടാൽ പോലും അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ അത് വെക്കുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മറ്റേ പുള്ളിക്കാരി എന്താ അവരുടെ പേര്, റീമാ കല്ലെങ്കിൽ പറഞ്ഞ സാധനത്തിനോട് യോജിക്കുന്ന ഈ ഏരിയയില. അതായത് ഈ സമൂഹത്തിനകത്ത് ഹീറോ ഒരു കാര്യം ചെയ്യുന്നതും വില്ലൻ ഒരു കാര്യം ചെയ്യുന്നതും രണ്ടായിട്ട് കണ്ടുകൊണ്ട് ആളുകൾ എടുക്കുന്ന ഒരു സംവിധാനം. ഹീറോ ചെയ്യുന്നത് ഹീറോയിസ് ആയിട്ട് തന്നെ എടുക്കുന്നത്. ഹീറോ ആണെന്ന് പറയുന്നെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. നെഗറ്റീവ് ഷെയ്ഡുള്ള ഹീറോസ് ഉണ്ട്. നെഗറ്റീവ് ഷെയ്ഡുള്ള ഹീറോ ആണെങ്കിലും ഹീറോയാ. അല്ല, ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഷെയ്ഡ് ഇല്ലാത്ത ഭയങ്കരമായ ഒരു ഇൻവെസ്റ്റിഗേഷന് വന്ന ഒരു ഓഫീസറാണ്, അതും ഹൈ റാങ്ക് ഓഫീസറാണ്, പഞ്ചാബിയുടെ വേഷത്തിൽ വന്ന് ഈ ഹണി റോസിനോട് ഇത്രയും വൃത്തിയോട് പറഞ്ഞു. ഭരത് ചന്ദ്രൻ ഓർമ്മയുണ്ട്? പറയടേ മോളെ നിന്റെ വ്യഭിചാര കഥ. അപ്പൊ എന്താ പറയുന്നത് എന്നെ ചോദിക്കാം സുരേഷ് ഗോപിയെ. അപ്പൊ ഉണ്ടെ മറുപടി അത് പിന്നെ സാറേ, ഞാനിതിപ്പോൾ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്കൊച്ചിയിൽ ഒരു 10-16 വയസ്സുള്ളപ്പോഴാണ്, അമ്മച്ചിയുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് തുടങ്ങണത്.
അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഒരു 15 വർഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് ആദ്യം മുതൽ പറയണോ അതോ ഈ അവസാനം 6 മാസത്തെ പറഞ്ഞാൽ മതിയോ? അപ്പൊ തന്നെ സുരേഷ് ഗോപി വേണ്ട, അത്രയും പറയാനുള്ള സമയമില്ല, ഓടി രക്ഷപ്പെടുന്ന അവിടെ. അങ്ങനെ ഒരു മറുപടി വന്നുള്ള അവസ്ഥയെ തോർത്ത് നോക്കി. അങ്ങ് പറയണം ഇങ്ങനെയൊക്കെയാന്ന്. അല്ല പിന്നെ അതൊക്കെയാണ് ഡയലോഗ്സ്. അയാളിപ്പോ MP യാ. അപ്പൊ ബോച്ച ഇപ്പൊ നാളെ എന്തോ ആവുമായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ബോച്ച ഇനി വല്ല മന്ത്രിയായിട്ട് മുഖ്യമന്ത്രി ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇലക്ഷൻ എന്നാൽ ചിലപ്പോൾ പിടിച്ച് മുഖ്യമന്ത്രി ആകും. ബോച്ച ഇലക്ഷൻ എന്നാൽ ചിലപ്പോൾ ജയിക്കും. ബോച്ച ഇലക്ഷൻ നിൽക്കണം. ബോച്ച ഇവിടെ വന്നതും ഹണിറോസ് വന്നതും ഒരേ കാര്യത്തിന്. അതെ, റീച്ച് കൂട്ടാൻ ബോച്ച ചെയ്യുന്ന നമ്പറുകളാണ് ഇതൊക്കെ. ഹണിറോസിന്റെ റീച്ചും കൂടെ കൂടുമാറുന്നു ആ കൂട്ടത്തിൽ നിന്നാണ് ബോച്ചയുടെ ഒരു വിചാരം. ബോച്ചയുടെ കാർഡെന്ന് പറയുന്നത് ഡബിൾ മീനിങ് ജോക്സ്, ഹണിറോസിന്റെ കാർഡെന്ന് പറയുന്നത് ബ്യൂട്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൈപ്പ് മണ്ടന്മാരെ ആകർഷിക്കുന്ന തരം എന്തോ ഒരു പരിപാടി, എന്തു ആയിക്കോട്ടെ, അത് ഏത് രീതിയിലാണെങ്കിലും. അതിപ്പോ ഒരു കരാട്ടക്കാരി വന്നാൽ അയാൾ ചിലപ്പോൾ സ്റ്റേജിൽ കാണിക്കുന്ന കരാട്ട ആയിരിക്കും. ഹണിറോസ് വരുമ്പോൾ ഹണിറോസ് വന്നിട്ട് കത്രിയ നാട മുറിക്കുന്നതായിരിക്കും. ഐശ്വര്യ റായ് വന്നാൽ എന്തായിരിക്കും? പോട്ടെ, ഇതെല്ലാവരും വിട്, ഇവരൊന്നും അല്ല വരുന്നതെന്ന് വിചാരിക്കുക. പകരം വരുന്നത് ആരാണ്? നമ്മുടെ ഒരു IAS ഓഫീസർ, ആ പെണ്ണിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഇടയ്ക്ക് ഒരു പെൺകൊച്ച് ഭയങ്കര ഹിറ്റായിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ളത്. അവർ വന്നാലും ഇവർ വന്നാലും ഒക്കെ ഉള്ള വ്യത്യാസത്വം ക്രൗഡിലുണ്ട്. ഇവരെ കാണാൻ വരുന്ന ആൾക്കാർ വേറെ ആയിരിക്കും. ഇപ്പൊ മൈത്രേനാണ് ഇറങ്ങി ചെല്ലുന്നെങ്കിൽ മൈത്രനെ കാണാൻ ആരാ വരുന്നത്? 5 പേര്. മൈത്രന്റെ കൂടെയുള്ള 3 പേരും 2 പേര് അവിടെ ഉള്ളവരുമായിരിക്കും. അത്ര പേരൊക്കെ വരത്തുള്ളൂ. അത് ഇവരെ കാണാൻ അതിൽ കൂടുതൽ ആൾക്കാർ വരും. ഈ മോഹൻലാൽ വന്നാൽ എന്തോ വരുന്നത്? സണ്ണി ലിയോനെ കാണാൻ വന്നത് എന്തിനാ? ഞാൻ പറയട്ടെ, അല്ല ഹണിറോസ് അവിടെ ചെല്ലുമ്പോ ആള് കൂടുന്ന ഹണിറോസിന് അറിയാം. എന്തുകൊണ്ടാണ് ആള് കൂടുന്നതെന്നും ഹണിറോസിന് അറിയാം. എന്ത് ടൈപ്പ് ആളുകളാണ് കൂടുന്നതെന്നും ഹണിറോസിന് അറിയാം. അപ്പൊ അവരെന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നും ഹണിറോസിന് അറിയാം. അതാ ഞാൻ പറഞ്ഞത്, ഹണിറോസ് കമന്റ്സ് വായിക്കാൻ പാടില്ല. ഹണിറോസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഹണിറോസ് ആയിട്ട് തെരഞ്ഞെടുത്ത ഒരു പ്രത്യേക രീതിയിൽ ഹണിറോസ് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹണിറോസ് കമന്റ് വായിക്കാൻ പാടില്ല. ഇന്നലെ ചർച്ചയിൽ വന്നൊരു കാര്യം, അതായത് അത് സാധാരണക്കാർ അവർക്ക് വിവരമില്ല. ഈ പറയുന്ന ബോച്ചയുടെ കേസ് വിട്, ബോച്ചയുടെ കേസാണ് കേസ് ശരിക്കും. അല്ലടോ, കമന്റ്സ് വായിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പൊതുജനത്തിന്റെ ഒരു, അതാണ് റാവലീസിന് പറയുന്നത്. അങ്ങോട്ട് പോവാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ബോച്ചയുടെ കേസ് നീതി ലഭിച്ചിരിക്കുന്നു. ബോച്ചയുടെ കേസ് ശരിക്കും ചർച്ച ചെയ്യേണ്ടത് എന്താ? ബോച്ചയുടെ കേസ് കഴിഞ്ഞു. അത് കഴിഞ്ഞില്ല, അറസ്റ്റ് ചെയ്തില്ല. പിന്നെ അത് കഴിയാത്ത എന്തുകൊണ്ടാന്ന് പറയാം. ഹണിറോസിനെ കുറിച്ച് ഇപ്പോഴും ചർച്ച നടക്കുക. അത് ചർച്ച നടക്കുന്നിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ബോച്ചയുടെ കേസ് തീർന്നില്ലെന്നാ. അവിടെ അല്ല പ്രശ്നം. പ്രശ്നം ബോച്ച എന്ന് പറയുന്ന ഒരാളില്ലേ, അയാളിൽ നിന്നുമുള്ള പ്രശ്നം തീർന്നു. ബോച്ചയെ പറ്റി ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല. ബോച്ചയെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. ബോച്ചയെ പറ്റി ഇനി സംസാരിക്കുന്ന എന്തോന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ലല്ല, ബോച്ചയെ പറ്റി ഏതാ സംസാരിക്കുന്നുണ്ട്? ബോച്ച ദ്വയാർത്ഥ പ്രയോഗം നടത്തി ബോച്ചയെ ശിക്ഷിച്ചു. പക്ഷെ ശിക്ഷ കൂടി പോയെന്നൊരു സംശയം. ശിക്ഷിച്ചില്ല. ആര് പറഞ്ഞു? എങ്ങനെ ശിക്ഷ ആവണം? എങ്ങനെയാ ശിക്ഷ ആയിട്ടില്ലോ, കുറ്റം തെളിയണല്ലോ കോടതിയിൽ, അപ്പോഴാണല്ലോ ശിക്ഷ വരുള്ളൂ. അല്ലല്ല, ഇത്രയും ചെയ്തത് തന്നെ അധികം. അതെങ്ങനെ ശരിയാവണത്? അതായത് ഈ പറഞ്ഞ പരിപാടി ബോച്ചയുടെ കേസിൽ പോലീസ് കേസ് ചെയ്തു. എന്നിട്ട് ശിക്ഷ ഇനി വരാൻ കിടക്കുന്നുള്ളൂ, കോടതി വിധിക്കണം. അതായത് ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോച്ചനെ കോടതിയിൽ എത്തിച്ചു. ഈ ബോച്ച കോടതി വന്നിട്ട് തെളിയിക്കുകയാണ് കൊച്ചു കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? മറ്റേത് മൊത്തം മറ്റേതായിരിക്കും കേട്ടോ. അതായിരിക്കും ഞാൻ ഇങ്ങനെ പറയാൻ പറ്റുന്നത് മുഴുവൻ കട്ടായി പോലെ. അപ്പൊ കോടതി തെളിയണം ഇനി ഇയാൾ കുറ്റക്കാരനാന്നുള്ളത്. അതിന് മുമ്പുള്ള നടപടികൾ മാത്രമേ ഇപ്പൊ നടന്നിട്ടുള്ളത്. ആ സമയത്ത് ചർച്ച നടക്കുന്നത് ഹണി റോസിന്റെ ഡ്രസ്സിനെ കുറിച്ചും ഹണി റോസിന്റെ ഇന്റൻഷനെ കുറിച്ചും അവരുടെ മര്യാദയെ കുറിച്ചും വസ്ത്രദാനത്തെ കുറിച്ചും ഒക്കെ ഉള്ള ചർച്ചയോട് നടക്കുക. ആ ചർച്ച തെറ്റാന്ന് ഞാൻ പറയണേ. കാരണം ബോച്ച എന്ന് പറയുന്ന ആൾ ഈ ഹണി റോസിനോട് മാത്രമല്ല ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് പേരോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. 70-80 വയസ്സുള്ള വെല്ലിപ്പനോടടക്കം കൊച്ചു കുഞ്ഞടക്കം എല്ലാവരോടും ഇയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത ഒരാള് ഇത്തരത്തിലുള്ള പെരുമാറ്റം ത്രൂ ഔട്ട് 5 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആളെ കുറിച്ച് ഒരു പെണ്ണ് വന്നിട്ട്, അതൊരു സിനിമാ നടിയായ ഒരു പെണ്ണ്, ആ പെണ്ണിന് ഇനിയിപ്പോ എന്തെങ്കിലും നന്മയോ തിന്മയോ ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം. അവൾ ഒരു പരാതി കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഈ വിഷയം ചർച്ചയാവേണ്ടത് എങ്ങനെയാ?
ബോച്ച ഈ കാണിക്കുന്നതിനെ കുറിച്ചല്ല ചർച്ച നടക്കേണ്ടത്. അല്ലാതെ പരാതി കൊടുത്ത ആളുടെ വസ്ത്രത്തെ കുറിച്ചും അവരുടെ ഇന്റൻഷനെ കുറിച്ചും അവിടെ ആ ചർച്ച വന്ന എവിടാന്നറിയോ? അത് വന്നത് ഈ 60 വയസ്സുകാരൻ കമന്റ് അടിച്ചെന്ന് പറഞ്ഞ ഒരാൾ അറസ്റ്റ് ചെയ്തില്ലേ? അതുപോലെ തന്നെ ഈ നാട്ടുകാർ കാണുന്ന ഒരു കാഴ്ചപ്പാടില്ലേ? കമന്റ് ചെയ്യുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരെ കുറിച്ചുള്ള തന്റെ ഒരു അഭിപ്രായം എന്താ? അത് കമന്റ് ഇടുന്നവർക്ക് ഇല്ലല്ല, അവർക്ക് ആ അറിവില്ലാത്തവരാ. ആ ബോധം എങ്ങനെ വരുത്താൻ പറ്റും ആളുകളുടെ ഇടയിൽ? അത് എഡ്യൂക്കേഷൻ കൊടുക്കണം. എഡ്യൂക്കേഷൻ ഈ 60 വയസ്സുള്ള വലിയപ്പനെ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണോ? 60 വയസ്സല്ല, അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഇവിടെ ഉള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇല്ലില്ല ഭയപ്പെടുകയല്ല ചെയ്യുന്നത്. ഇവർക്ക് എഡ്യൂക്കേഷൻ മാത്രമല്ല പ്രശ്നം. നിയമത്തെ ഭയക്കുന്ന ആൾക്കാരുണ്ടോ? പോലീസിനെ നിയമത്തെ ഭയക്കുമല്ല ചെയ്യുന്നത്, നിയമത്തെ മനസ്സിലാക്കി അറിയാനേ പറ്റത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, തല വെട്ടേണ്ടി വരും. അപ്പൊ മറ്റേ തല വെട്ടേണ്ട വരുമെന്ന് പറയുമ്പോഴേ ഇതിപ്പോ നമുക്ക് ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറയരുത്. അങ്ങനെ ഇപ്പൊ ട്രീറ്റ് ചെയ്യുന്നേ അങ്ങനല്ല അത് ട്രീറ്റ് ചെയ്യുന്നത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് എടുക്കേണ്ട നടപടിയെ പോലീസ് എടുത്തിട്ടുള്ളൂ. കോടതി ചെയ്യേണ്ടത് കോടതി ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. ഇല്ല. ഇപ്പൊ ഒരാളെ ഇവിടെ നമ്മൾ കാണുന്ന ഒരാള് ഇപ്പൊ ബോച്ച എന്ന് പറഞ്ഞൊരു വ്യക്തി, ആ ഒരു വ്യക്തി മാത്രമല്ല ഈ സാധനം ഇപ്പൊ ചെയ്തിട്ടുള്ളതെന്ന് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഈ കുട്ടികളെ അടക്കം ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന ഒരുപാട് പബ്ലിക് ഇറങ്ങി ആളുകളെ നിർത്തി സ്റ്റേജ് എന്ന് പറഞ്ഞതിന്റെ അതിനകത്ത് വേറെ കാര്യമുണ്ട്. അവിടെ ബോച്ച എന്ന് പറഞ്ഞ ആളുടെ റീച്ച് ഒക്കെ കുറവാ. ബോച്ച വരുന്നതിന് മുമ്പ് ഇതേപോലെ കൊച്ചുകുട്ടികൾ കാണുന്ന സിനിമയ്ക്കകത്തും TV ഷോയ്ക്കകത്തും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ സർവ്വസാധാരണമായ ഒരു സംഭവമായിട്ടാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഈ സാധനം ഇത്ര സിവിയർ ആകുന്നത്. ഈ ഒരൊറ്റ കംപ്ലൈന്റില്ല, അതിന് മുമ്പ് സിവിയറിറ്റി ഇല്ല ഇതിന്. അതിനകത്തൊരു പ്രശ്നം ഉണ്ടോ? അതെങ്ങനെയാ തനിക്ക് അറിയത്തില്ല ചക്ക എന്ന് പറയുന്നത് കുറ്റമാന്ന് പറയുന്ന ഒരു അവസ്ഥയായത്. ഞാൻ ചോദിക്കട്ടെ, ഈ കുന്തി ദേവി എന്നാണല്ലോ ഇയാള് പറഞ്ഞത്. എന്നാ പിന്നെ ഇയാൾക്ക് മറ്റേ ടൈം തന്നെ കൂടെ ഉപയോഗിക്കാറുണ്ടോ? പുള്ളി എന്താ ഉപയോഗിക്കാറുന്നത്? അതാ ഞാൻ പറഞ്ഞത്. മറ്റേപ്പാട് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ പറയാം. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇവിടെ. ഇവിടെ എല്ലാരും അതാ ധരിച്ചു വെച്ചിരുന്നത്. അങ്ങനെയും പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ നിയമം. അങ്ങനെയും പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ 5-6 വർഷം ഇയാൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമകളിലും TV-യിലും എല്ലാം കൊച്ചുകുട്ടികൾ വരെ ഇത് പറയുന്നുണ്ട്. ആ സിറ്റുവേഷൻ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാരും പിടിക്കേണ്ടി വരും. ഈ സ്ക്രിപ്റ്റ് എഴുതിയവനെ തൊട്ട് പിടിക്കേണ്ടി വരും. കിടപ്പുണ്ട്, സിനിമ കിടപ്പുണ്ട്. അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചുകൊണ്ട് വരും. എവിടെ ഈ പറഞ്ഞ പരാതി കൊടുത്താൽ ഇവിടെ കേസ് എടുക്കലും ഈ കേസ് അന്വേഷണമൊക്കെ ഇവിടെ ചെറിയ കോമഡിയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. സ്റ്റേറ്റ് വീക്കാണ്. സ്റ്റേറ്റിന്റെ പ്രവർത്തനം വളരെ പരിതാപകരമാണ്. പോലീസിങ്ങിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കിത് അറിയാം. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു കേസ് വരുമ്പോൾ പോലീസ് നടപടി എടുത്തു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കോടതി വരെ എത്തിയതും ഇയാൾക്ക് ഇങ്ങനെ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നതും ഒക്കെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അത്രയും അങ്ങനെ കണ്ടാൽ മതി. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ആ സിവിയറിറ്റി പ്രശ്നം വരുന്നത്. ഇതിനെ ഇത്ര സിവിയർ ആക്കിയത് ഇപ്പോൾ ഇന്നത്തെ ദിവസം ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആദ്യത്തെ ആളെ ഇങ്ങനെയല്ല ചെയ്യണ്ടേ? സിവിയറിറ്റി വന്നത് ഇന്നല്ല, ഇത് കേസാകാൻ കാരണം പരാതി കൊടുത്തോണ്ടാണ്. എടോ ഇതിന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നമുണ്ടോ? പലരും സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരുന്ന കാര്യത്തിൽ ഇത്രയും ഒരാളെ മാത്രം ശിക്ഷിക്കാൻ പറ്റത്തില്ല. അയാൾക്ക് വാണിംഗ് കൊടുത്ത് വിടണം. അത് എന്നിട്ട് ഈ ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് വരുത്തണം. സോഷ്യൽ മീഡിയയിലടക്കം ആളുകൾ സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം ആളുകൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. താൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് താനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ. വേറെ ആളുകളും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇയാൾ ഈ സംസാരിക്കുന്ന രീതിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എതിരഭിപ്രായമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. മോഹൻലാലിനെയും പറയുന്നുണ്ട് ഈ രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. പോലീസ് കേസ് എടുക്കുന്ന എപ്പോഴാ? അതാ പ്രശ്നം എടുത്ത് പോലീസ് ഇവിടെ എപ്പോഴാ കേസ് എടുത്തിട്ടുള്ളത്? കേരളത്തിന്റെ ചരിത്രത്തിൽ പോലീസ് എപ്പോഴാ കേസ് എടുത്തിട്ടുള്ളത്? അതാ പറഞ്ഞു. ഇപ്പൊ ബലാത്സംഗം ചെയ്താൽ പോലും അയാൾ പരാതി പറയുന്ന പോലെ ഇരിക്കും. സ്വമേധയാന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. സ്വമേധ കേസ് എടുക്കുന്നുണ്ടെന്ന്, ഇഷ്ടംപോലെ കേസ് പോലീസ് സ്വമേധ എടുക്കുന്നുണ്ട്. പരാതി കൊടുത്ത് കേസ് എടുക്കുവോ? പരാതി ഞാൻ ചോദിക്കുന്ന അതല്ല, തനിക്ക് പോലും അല്ലെ എനിക്കോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യം ഇത്രയും വർഷം കണ്ടിട്ട്, ഇത്രയും സോഷ്യൽ മീഡിയ, സാറ്റലൈറ്റ് ചാനല്, സിനിമ, എല്ലാ പബ്ലിക് ഇടപാട് നടക്കുന്ന സ്ഥലത്തും മന്ത്രിമാരടക്കം ഇവിടുത്തെ മന്ത്രിമാർ, രാഷ്ട്രീയക്കാരടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ നിന്നും എന്നെങ്കിലും തനിക്ക് തോന്നിയിട്ടുണ്ടോ ഇതുപോലൊരു കാര്യം പറയുന്ന ഒരാളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന്? ഇങ്ങനെ പറയുന്ന വേറെ ആരോ ഉള്ളോ ഇവിടെ? എത്രയോ പേര് എന്തെല്ലാം പറഞ്ഞു. ഇതിലും മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞു. സിനിമയ്ക്കകത്തല്ല, മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റീഷ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ഏത് മന്ത്രി? എന്താ എത്ര എണ്ണം വേണം?
പി സി ജോർജ് പറഞ്ഞ എന്തോ രാത്രി കഴിഞ്ഞ് ഇറങ്ങുന്നവരെല്ലാം ബലാത്സംഗം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കുടുംബത്തിൽ പറക്കാത്ത പെണ്ണുങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ എന്നാ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ? അയാളെ കേസ് എടുക്കണം, ആരെങ്കിലും പരാതി കൊടുക്കണമായിരിക്കും. പരാതി കൊടുത്താലും കേസ് എടുക്കണം നിർബന്ധം. അതും സ്ത്രീത്വത്തെ ആവാനെങ്കിൽ തന്നെ അതാ പറഞ്ഞത്. എന്താണ് ഈ സ്ത്രീത്വം? അപ്പൊ അങ്ങനെ ചോദിച്ചു. സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ അതായത് എത്രയോ പ്രശ്നങ്ങളോട് ഉണ്ടായി. എന്തിനാ ഹേമ കമ്മിറ്റിയോട് ഇരിക്കുവല്ലേ? അത്രയും പ്രശ്നങ്ങൾ ഇരിക്കുന്നതിനിടയിൽ ഇയാൾ വിചാരിക്കുന്നത് എന്തായിരിക്കും അറിയോ? ഇത്രയും പേര് റേപ്പ് ചെയ്ത കേസിനകത്ത് മറ്റേയാൾക്ക് പ്രശ്നമില്ല, ഇവർക്ക് പ്രശ്നമില്ല, റേപ്പ് കേസ് കൂടെ സിമ്പിളായിട്ട് നടക്കുന്നതാണല്ലോ. അപ്പൊ പിന്നെ ഇത് പറയുന്നതിന് എന്താണ്? ഇത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാവരും ഇതാ ചോദിക്കുന്നത്. അയാൾ അത്രേ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ മറ്റേയാളെ പിടിച്ചിട്ട് കിട്ടിയില്ല. അയാൾ കൂളായിട്ട് ഒരു നടക്കുന്നു. ആ സ്ത്രീ 2 പ്രാവശ്യം പരാതി കൊടുത്തു. എന്തെല്ലാം ദയനീയമായ കഥകളാണ് കേട്ടത്. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ അത് മറ്റാളുകളെ സ്വാധീനിക്കും എന്നുള്ളത് ശരിയാണല്ലോ. ആളുകളെ സ്വാധീനിക്കുമല്ലോ. മറ്റു മനുഷ്യർ ഇത്തരത്തിൽ പെരുമാറാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. ആളുകൾ ഇങ്ങനെ പെരുമാറും. ഇങ്ങനെ പെരുമാറുന്നവരിപ്പോൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ബോച്ചെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പലരും ഇങ്ങനെയൊക്കെ തന്നെ ബിഹേവ് ചെയ്യുന്നവരായിരിക്കും. ഇത് ഭയങ്കരമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്തല്ലോ വൈറലാകുന്നത്. അപ്പൊ ഇതൊക്കെ ഷെയർ ചെയ്ത് വൈറലാകുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ, ഇത് ആസ്വദിക്കുന്നവരും കൂടെ ഉണ്ടെന്നാണ്. ശരിയെന്ന് വിചാരിക്കുന്നവരുണ്ട്. ശരി, കറക്റ്റ്, അതാണ്. ഇത് ശരിയാണ്, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആക്ട് നടക്കുമ്പോൾ പോലീസ് കേസെടുക്കുന്നു, ഇയാൾ ജയിലിൽ പോകുന്നു, ഇയാൾക്ക് ജാമ്യം കിട്ടുന്നില്ല, ഇയാൾ 4 ദിവസം റിമാൻഡിൽ കിടക്കുന്നു. അത് കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മെൻസ് കമ്മീഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ വരാനിരിപ്പുണ്ടാവും, വരും. അപ്പൊ ഇങ്ങനത്തെ ഇമാതിരി പൊട്ടത്തരൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുകയും ഈ അളിയന്മാർ ഇവിടുന്ന് വേറൊരു ടീം വീണ്ടും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ലഘൂകരിക്കാന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇതിനകത്ത് ശരികേടുണ്ടെന്ന് കണ്ടെത്തുന്നതിലും നല്ലത് ഇതിനകത്ത് ശരികേട് മാത്രം കണ്ടെത്തുന്നതല്ലേ എന്ന് ചോദിക്കുന്നത്. ഇയാൾ ഈ പറഞ്ഞതിലെ ശരികേട്, ഇയാൾ ഈ ചെയ്ത രീതിയിലെ ശരികേട് കണ്ടെത്തിയ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ വേണ്ടെന്നാ എന്റെ ചോദ്യം അതാ. ഞാൻ ചോദിക്കുന്ന അപ്പോഴും പ്രശ്നമുണ്ട്. ഏതാണെന്നറിയോ? ഈ ഒരാളെ ഇത് കാണിച്ചോണ്ടല്ല ഈ സാധനം ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അത് മുന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു, ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അപ്പോഴും എടുത്ത ആക്ഷന്റെ സിവിയറിറ്റി കൂടിപ്പോയി. ഇല്ല, അത്രയും സിവിയർ ആക്കാനും വേണ്ടിയുള്ള സംഭവമൊന്നും ആയിട്ടില്ലെന്ന് ഇപ്പോഴും. അതെങ്ങനെ പറ്റും? ഒരാളെ പിടിച്ച് ഇത്രയും ടോർച്ചർ ചെയ്യാനും വേണ്ടിയുള്ള സംഭവം എന്തോ. അപ്പൊ അങ്ങനെ ഉണ്ട്. ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പലതും നടന്നിട്ടുണ്ട് ഇവിടെ. കൊലക്കുറ്റം, ബലാത്സംഗം, ഈ പീഡനം എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ കൂളായിട്ട് നടക്കുന്ന നാട് പോലെ ഇവിടെ കാണിച്ചേക്കുന്നേ. നിയമ നടപടി മാത്രമേ നടന്നിട്ടുള്ളൂ, അല്ലാതെ ഇവിടെ ഒരു ടോർച്ചറൊന്നും നടന്നിട്ടൊന്നുമില്ല. ഇയാളെ പിടിച്ച് ഇത്രയും ദിവസം ഇടാനും വേണ്ടി എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവിച്ചതെന്ന് ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഇന്നലെയാ മനസ്സിലായിരുന്നു ആൾക്കാർക്ക്. അതാ പറഞ്ഞത്. ഇത് ഇന്നലെ മനസ്സിലായതൊന്നും അല്ല, ഇതൊക്കെ ഓൾറെഡി മനസ്സിലായിരുന്നത് തന്നെയാണ്. ഇതിനൊരു അപ്പോഴും ഇത് കണ്ടോണ്ടിരുന്നവർ ഇവരൊക്കെ തന്നെയല്ലേ, ഈ നാട്ടുകാർ മുഴുവനല്ലേ. അതിനകത്ത് ജുഡീഷ്യറി കണ്ടിട്ടില്ല, പോലീസ് കണ്ടിട്ടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ഇത് പരാതി കിട്ടുമ്പോഴാണ് കേസ് എടുക്കുക. പരാതി കിട്ടിയപ്പോ കേസെടുത്ത് FIR ഇട്ടു, ഇയാളെ അറസ്റ്റ് ചെയ്തു, ഇത് കേരളമാണ് ഇങ്ങനെ. അത്രേ ഉള്ളൂ. കേരളത്തിൽ പരിപാടി നടക്കുന്നത് ഇങ്ങനെയാ. അത് അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. ഇതിപ്പോ നടന്നതിനെ നമ്മൾ എങ്ങനെയാണല്ലോ അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് പറയാ, ഇങ്ങനെയാണല്ലോ നടക്കുള്ളൂ ഇവിടെ. എടോ, വേറെ കാര്യം ഞാൻ മനസ്സിലാക്കണം. താൻ ഒരു ഭാഗത്തുനിന്ന് വേറെ രീതി മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ സമൂഹത്തെ എല്ലാം കൂടി അങ്ങ് ഉദ്ധരിച്ച് ഇവരെല്ലാരെയും കൂടി അങ്ങ് റെഡിയാക്കി ഈ കേരളത്തിലുള്ള ഈ 3.5 കോടി ജനങ്ങളെ അങ്ങോട്ട് ബോധവൽക്കരണം നടത്തിയിട്ട് ഭയങ്കര മര്യാദക്ക് എല്ലാവരും നാളെ പോലെ എല്ലാവരും മര്യാദക്കാരായിരിക്കണേ എന്ന് പറഞ്ഞ് വിട്ടാ മര്യാദക്കാരാവുന്നവരൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ളവർ. വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ആക്ഷൻ എടുത്തുകൊണ്ട് ആൾക്കാർക്ക് എന്ത് മനസ്സിലായെന്ന് താൻ പറയുന്നത്? മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് കേസടക്കം ആവാൻ സാധ്യതയുണ്ടെന്നും, അപ്പോൾ പോലീസ് കേസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്നും, അയ്യോ പോലീസ് പിടിക്കുമെന്നൊക്കെ ഉള്ള ഭയമായിരിക്കും ഉണ്ടാവുക. അതെങ്കിലും മതി. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നാ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇല്ല, അതിന് തെളിവുണ്ട്. അല്ല, ഇതേ സമാനമായ സംഭവങ്ങൾ മുന്നേ നടന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പയ്യനെ പാർവതിക്കെതിരെ പറഞ്ഞപ്പോൾ പിടിച്ചിട്ട് മറന്നുപോയി ആൾക്കാർ. ശരി, എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. മറ്റോ നിർത്തുമല്ലോ, പയ്യനെ ആണേലും. അപ്പൊ പയ്യന്മാര് നിർത്തണ്ടേ? ആര് പറഞ്ഞു? എല്ലാവരും അറിഞ്ഞ സംഭവം. അതിരാവിലെ പോയാ പോലീസ് നോക്കിയത്, എന്നിട്ട് പിന്നെ ഇത് തന്നെ തുടർന്ന്. അല്ല, അതിനകത്തൊന്ന് മനസ്സിലാകുന്ന എന്തോന്ന് ഞാൻ പറയട്ടെ, വ്യക്തമായിട്ട് പറയട്ടെ. എന്നാണ് ഹണിറോസിനെ പറയരുത്, സെലിബ്രിറ്റിയെ പറയരുതെന്ന് മാത്രമേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ളൂ. അല്ല, ഒരു കാര്യം പറയാം, ഈ ബോച്ച ഇനി പറയില്ലല്ലോ. ബോച്ചെ പറയാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ വാണിംഗ് ബോച്ചയ്ക്ക് കൊടുത്താൽ ബോച്ച പറയത്തില്ല. ബോച്ച ഇത്രയൊന്നും കൊണ്ടുപോണ്ട. ബോച്ചയെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു ഹയർ ഒഫീഷ്യല്
ആ ഒരു പൊസിഷനിൽ നിന്ന് ഇത്രയും ആക്ഷൻ എടുക്കുന്ന ഒരു സെറ്റപ്പ് കണ്ടില്ലേ? അയാളെ നേരിട്ട് വിളിച്ച് പറയുന്ന മാത്രമല്ല, അയാളെ സോഷ്യൽ മീഡിയയിൽ പറയുകയും ചെയ്യാൻ പറ്റും. അയാൾ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ആദ്യം പറയുന്നൊരു സാധനം ശ്രദ്ധിക്കണം. അയാൾക്ക് അറിയാതെ സംഭവിച്ചാന്ന് അയാൾ പറയുന്നുണ്ട്. അവിടെ അയാൾ സോറി പറയാൻ തയ്യാറാണ്. ഏടോ അയാൾ അങ്ങനെ ആർക്കും അറിയാവുന്നേ, അയാൾ അത്രേ ഉള്ളൂ. അയാൾ അത്ര വലിയ വമ്പനൊന്നും അല്ല, അയാളൊരു പൊട്ടനാ. എനിക്കറിയത്തില്ല എന്ത് മണ്ടനാന്ന്. അയാൾ മണ്ടത്തരം കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ഇത്രയും വിഡ്ഢിത്തരം പറയുന്ന ഒരാളെയാണോ ഈ പറഞ്ഞ ഇതാക്കുന്നത്? അയാൾക്ക് അറിയത്തില്ല എന്ന് പറയുക. കണ്ടറിയാം. ഇപ്പൊ ആറാടനെ പിടിച്ചോണ്ട് പോകുന്നവരുണ്ട്. ഇത് ആറാടനെ പിടിച്ചോണ്ട് പോയി ഓരോന്നൊക്കെ കാണിപ്പിച്ച് എങ്ങനെ ഇരിക്കും? ഇയാളെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അവിടെ പ്രശ്നം പറ്റിയേക്കുന്നത് എന്നാന്ന് ഞാൻ പറയാം. ഈ ഒരാളെ ഇത്രയ്ക്കൊരു സംഭവത്തിന് ഇത്രയും പോലീസ് ഫോഴ്സ് ഇടപെടണം, അയാളെ തപ്പിപ്പോയി അവിടെ നിന്ന് പൊക്കണം, ഇതിനെല്ലാം പൈസ ചിലവ്, ടൈം വേസ്റ്റ്, ഇങ്ങനെ പലതും ഉണ്ട്. ഇതിനെ അല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബോച്ച എന്ന് പറഞ്ഞ ആൾ ചെയ്തത് ഇതാണല്ലോ. ഹണിറോസുമായിട്ടാണ് പ്രശ്നം. അവർ തമ്മിലുള്ള ഒരു പ്രശ്നം. ഇത് സ്റ്റേറ്റിന്റെ പ്രശ്നമൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. മനസ്സിലാവുന്നു? ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതായത് ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി സ്റ്റേറ്റിന്റെ പ്രശ്നമാണ്, ഇതേ ആക്ഷൻ എടുക്കണമെന്ന് എന്തെടുക്കാൻ പറഞ്ഞത്. സ്റ്റേറ്റിന്റെ പ്രശ്നമാണ് അതും സ്റ്റേറ്റിന്റെ പ്രശ്നം തന്നെ. സ്റ്റേറ്റ് അത് അഡ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ ഇതിനകത്ത്. മനസ്സിലാവട്ടോ? ഇപ്പൊ താൻ എനിക്കതിലൊരു പരാതി കൊടുക്കും. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും പൈസ മുടക്കി, അതായത് അവിടെ ഒരു 1.5 കോടി മുടക്കി, ഇവിടെ ഇപ്പൊ ബോച്ചറ പറയുന്നത് ഇത്രയും കോടിയൊന്നും ഇല്ല, ഒരു ദിവസത്തെ കുറച്ച് പോലീസുകാരുടെ ഇത്രയും പണി മുടക്കി. പാരലി അവിടെ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടില്. ഇത്രയും കേസുകൾ കിടക്കുന്നതിനകത്ത് ഈ ബോച്ചയുടെ പുറകെ കിടക്കാൻ കാശുണ്ടോ? ഇട്ടോടിക്കാൻ പൈസ ഇല്ലെന്നാ പോലീസുകാർ. സ്റ്റേറ്റിനെതിരാകുന്നത് ഞാൻ പറയും. ഇപ്പൊ ഞാൻ മാക്കിനെ മർദ്ദിച്ചു. അവിടെയാ ഞാൻ പറഞ്ഞത്, രണ്ട് സിവിയറിറ്റി ഉണ്ട്. ഇപ്പൊ ഈ കേസിൽ തോക്ക് കൊണ്ടുപോയിട്ട് പോയില്ലല്ലോ അവരോട് അന്വേഷിക്കാൻ. മാക്കിനെ ഞാൻ മർദ്ദിച്ചു. മാക്ക് പോലീസിൽ പരാതിപ്പെടുകയാണ്, എന്നെ ഇങ്ങനെ ഡെന്നിസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുന്നു. ആക്ച്വലി ഞാൻ മാക്കിനെ മർദ്ദിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ ഈ സ്റ്റേറ്റിന്റെ സംവിധാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് മാക്കിനെ മർദ്ദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിനെതിരെയാണ് ആ കേസ്. സ്റ്റേറ്റിനെതിരെ പ്രവർത്തിക്കുന്ന പോലെയാണ് സ്റ്റേറ്റ് അത് എടുക്കുക. അങ്ങനെയാണ് നിയമം. അപ്പൊ ആ നിയമം വെച്ച് നോക്കുമ്പോ ഞാൻ സ്റ്റേറ്റിനെതിരെ പ്രവർത്തിച്ചു എന്നാ വരിക. എന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റിനെതിരെ തന്നെയാണ് ഈ കേസ്. അതെ, സമ്മതിച്ചു. പക്ഷെ അപ്പോഴും താൻ ഇതിന് ചെലവാക്കുന്ന ഒരു സമയവും എമൗണ്ടും ഉണ്ട്. അതിന് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഇത്. കാരണം ഞാൻ പറഞ്ഞ ഇയാളെയാണ് നമ്മളെ ടാർഗറ്റ് എന്ന് വിചാരിക്കുക. ഇയാളിൽ നിന്നും നമ്മൾക്ക് മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വേറെ രീതി കൊടുത്തോണം. അല്ലാതെ ഈ വ്യക്തിയെ, അയാളെ ഇത്രയും ചെയ്യാൻ പാടില്ല. അത് വേറെ തരത്തിൽ ഒരു മാനുഷിക ലംഘനം തന്നെയാണോ? അയാൾക്ക് അറിയാത്തൊരു മനുഷ്യൻ, അയാൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു, അയാൾ മാപ്പ്. അതെങ്ങനെ അറിയും? താൻ എവിടെ എഴുതി വെച്ചിട്ട് അല്ലെ എവിടെ നിന്ന് ഇത് പഠിക്കും? ഇതിനു മുമ്പ് ഇത്രയും കൊല്ലം നടന്നിട്ട് അയാൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, 5-6 വർഷമായി കാര്യം അയാൾ ചെയ്തത്. ഇവിടെ ആരും ചെയ്യാത്ത കാര്യമൊന്നും അയാൾ ചെയ്തിട്ടില്ല. ഈ ടിവിയിലും സിനിമയിലും കണ്ടോണ്ടിരുന്ന കാര്യം അയാൾ ചെയ്തിട്ടുള്ളൂ. അയാളെ ഇത്രയും ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അയാളെ പിടിച്ചോണ്ട് പോയി ഞാൻ പറയട്ടെ, കുന്തി ദേവി എന്ന് പറയുന്നത് തെറ്റൊന്നും അല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ലിച്ചി വന്നപ്പോ ഇയാള് പറയാണ് ഇത് കുന്തി ദേവിയല്ല, ഇത് മുന്തി ദേവിയാണ്. ഇങ്ങനെയൊക്കെ പുള്ളി പറയും. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ എന്തൊരു കേൾക്കാൻ പോലും പറ്റില്ല. പക്ഷെ നമുക്ക് അരോചകമെന്ന് പറഞ്ഞില്ലേ? അല്ലെ, തനിക്ക് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഇത്തിരി അളഞ്ഞ ജോക്ക് അടിച്ചിട്ട് കൂടെ നിന്ന് പൊട്ടന്മാര് ചിരിക്കും, അത് വലിയ ജോക്കാന്ന് വിചാരിക്കുന്നത് തെറ്റാ. ഇത് ഇഷ്ടപ്പെടുന്നവരില്ലേ? അത് തന്നെ, ഇവരവിടെ ചെല്ലരുത്. അല്ലെ, ചെല്ലുന്നതിന് മുമ്പ് പറയണം. ഹണിറോസ് പറയണം എന്തോ പ്രശ്നം അറിയാമോ? ഇപ്പൊ ഷാരോൺ പറയുന്ന കേട്ടോ തോന്നുവേ, ഇപ്പൊ അവരവിടെ വന്നതായി പോയി കുറ്റം എന്നുള്ള പോലെയാണ് ഈ പറയുന്നത്. അവരവിടെ വന്നതോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ഒരു മിനിറ്റ് അവർക്ക് ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല ഇവിടെ. അവർക്ക് ബോധ്യമുണ്ടോ ഇല്ലയോ, അവരെ ഇങ്ങനെ ഒബ്ജക്റ്റീവായി ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആണ്. അതവിടെ നിന്നോട്ടെ. അവർക്ക് ഈ പറയുന്ന പോലത്തെ വർത്താനങ്ങൾ ശരിയല്ല എന്ന് തോന്നുന്നത് അവർക്ക് പരാതിപ്പെടാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. മനസ്സിലാവുണ്ടോ? അത് പരാതിപ്പെട്ട് കഴിയുമ്പോ പറയാണ് അവരങ്ങനെ വന്നത് ഇവരെല്ലാം മനസ്സിലാക്കിക്കൊണ്ടല്ലേ, എന്നിട്ട് പിന്നെ ഇങ്ങനെ പരാതിപ്പെടാമോ എന്ന് ചോദിക്കുന്നത്. അതെങ്ങനെ ശരിയാവണം? രണ്ട് രീതിയുണ്ട്. ഞാൻ പറയാം എങ്ങനെ. ഒന്ന് പറയാം, ഇയാൾ ഇങ്ങനത്തെ ആളാന്നറിയാം. ഇയാള് ചിലപ്പോ ഡബിൾ മീനിങ് ജോക്സ് അടിക്കും എന്നുള്ള ഷുവറാ. ഏത് പെങ്കൊച്ചു വന്നാലും അടിക്കും. അപ്പൊ അത് അറിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോകുന്നതെന്ന് വിചാരിക്കുക. ഹണിറോസ് ഒരു സാധാരണക്കാരിയൊന്നുമല്ല. ഹണിറോസ് ആ എഗ്രിമെന്റ് തീർച്ചയായിട്ടും പറയണം, ഞാൻ ഉദ്ഘാടനത്തിന് വരും, പക്ഷെ എന്നെ പറ്റിയോ അവിടെ നിന്നുകൊണ്ട് ഡബിൾ മീനിങ് ജോക്കോ ബോച്ച അടിക്കാൻ പാടില്ല. അത് ഫസ്റ്റ് തിങ്, അത് ചെയ്യണം. ബോച്ച റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, അല്ലാതെ ഹരാസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പുള്ളിക്ക്. മനസ്സിലായത് എനിക്ക്. അപ്പോ ഹണിറോസ് ചെയ്യേണ്ട കാര്യം, അല്ല ഏത് പെങ്കൊച്ചാണെങ്കിലും അവന്റെ അടുത്തോട്ട് പോകാതിരിക്കണം. ഒന്നാമത്തെ കാര്യം. അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുള്ളതാണെന്ന് വിചാരിക്കുക. ഇവര് പോവോ? കയറി പിടിക്കുന്ന ഒരുത്തനാണെ പോവോ? ചെന്ന് കഴിയുമ്പോൾ പിടിക്കുമെന്ന് നമുക്കറിയാം. മുണ്ട് പറിച്ചോണ്ട് ഓടുന്ന ദിലീപ്,
അയാൾ എടുത്തിട്ട് മുണ്ട് എടുത്തോണ്ട് പോവോ? അയാൾ പറിച്ചോണ്ട് ഓടും. അതാണ് ബോച്ചെ. ബോച്ച അത്രയും ഒരു ഉടുപ്പ് ഇട്ടോണ്ടാ നിൽക്കുന്നത്, മുടിയും വളർത്തി ഇത്ര ഉടുപ്പ് ഇട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുവോ ഒരു ബോധവും ഇല്ലാതെ. അയാളടുത്തോട്ട് ചെന്ന് കയറുമ്പോൾ എല്ലാം അത് പറയാടോ, അത് തീർച്ചയായിട്ടും മണറോസ് പറയണം. ഇയാൾ ഇങ്ങനത്തെ ജോക്ക് അടിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടേ പോകാവൂ. ഒരു സിനിമയ്ക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു, എടാ ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് വലിയ വലിപ്പമില്ലാത്ത ഇവരെ വിളിക്കുന്നില്ല? കാരണം അയാൾക്ക് ഇത് പറയാനുള്ള അവസരം ഇല്ല ഇവിടെ. അല്ലല്ല, അയാൾ അല്ലാത്തടത്തും പറയും. അല്ല, ഇപ്പൊ കൊച്ചു പിള്ളേരെ പറ്റി പറയും, അയാൾ എവിടെയും പറയുന്നുണ്ട്. അയാൾ പറഞ്ഞൊക്കെ റോങ്ങാ. ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്ന ഒരാളെ, അതായത് ഇത്തരം ഇമേജ് നിൽക്കുന്ന ഒരാൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ വർത്താനം പറയണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ ഹണിറോസ് തീർച്ചയായിട്ടും ആദ്യമേ വിലക്കണമെന്ന്. അതിനകത്ത് എന്തിനാ അങ്ങനെ നിന്ന് കൊടുക്കുന്നേ? അത് ചെയ്യാൻ പാടുണ്ടോ? എനിക്കറിയാം ബോച്ച വിറ്റടിക്കുന്നവനെ. നമ്മൾ ബോച്ചയുടെ ഒരു സഹകരണം എവിടെയെങ്കിലും കാണിക്കുവോ? ബോച്ച വന്നാൽ ഞാൻ സമ്മതിക്കുന്നുണ്ട്. ബോച്ച എൻ്റെ അടുത്ത് നിന്മാര് വിറ്റടിക്കാൻ വന്നാൽ അതിനപ്പുറം പറയും. മനസ്സിലായല്ലേ? ചിലപ്പോ തള്ളക്കി വിളിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഇറങ്ങി വരുന്നത്. അങ്ങനെ ചെയ്യാവൂ? എന്താ ഇവിടെ വരുന്ന ആ ക്രൗഡിന്റെ നിലവാരം അറിയാം. അതെ, ഇവരിതിനാ വരുന്നത്. ഇവൻ പറയുന്ന കേൾക്കുമ്പോൾ അവർ ചിരിക്കുമെന്നും അറിയാം. അത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മീഡിയയിലും ഇത് നടക്കുന്നുണ്ട്. സിനിമയ്ക്കകത്തും ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന സിനിമകളാണ് ഇവിടെ വരുന്നത്. മൊത്തം ഈ സെക്സ്വലി ഒബ്ജക്ടിഫൈ ചെയ്യുന്ന പെണ്ണുങ്ങളായി ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളെ, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എന്തോ നോക്കിയിരിക്കുന്നു. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സിനിമയിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വാല്യൂ എന്ന് ചോദിച്ചാൽ സിനിമയുടെ കഥ അനുസരിച്ചിരിക്കും. ഇപ്പോ അല്ല, ഒരു എക്സാമ്പിൾ അറിയാം, മഞ്ഞുമ്മൽ ബോയ്സ്, അതിനകത്ത് നടിമാറില്ല, അതിനകത്ത് ആവശ്യമില്ല. നടിമാർക്ക് മാത്രമല്ല സിനിമ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. B32-44 ഒരു ഫെമിനിസ്റ്റിക് സിനിമ, സ്ത്രീകൾ മാത്രം കയറി അഭിനയിക്കും. അല്ല, എന്തിനിപ്പോ മനസ്സിലായിട്ടില്ല, എന്താ ചോദിച്ചത്? മലയാള സിനിമയിലെ നായികമാർക്ക് എന്തെങ്കിലും വാല്യൂ? മലയാള സിനിമയ്ക്കകത്ത് നായികമാർക്ക് ഒരു വാല്യൂ ഇല്ല. പക്ഷെ സീരിയലുണ്ടോ? ഇല്ല. പക്ഷെ മറ്റു ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പൊ നയൻതാരക്ക് ഇപ്പൊ ഇല്ല. ഒരു കാലത്ത് ഉണ്ടായിരുന്നു. തമന്ന, പിന്നെ അതെന്തിനാ ചോദിക്കുന്നേ? ഇവർക്കൊക്കെ എന്തിനാ കാശ് കൂടുതൽ കൊടുക്കണത്? ഈ ഐറ്റം ഡാൻസ് കളിക്കാൻ. ഇപ്പൊ ചില സിനിമകൾ വന്നിട്ട് സണ്ണി ലിയോണ് ഐറ്റം ഡാൻസ് കളിച്ച് പോണില്ലേ, നല്ല പേയ്മെന്റ് കൊടുക്കണ്ടല്ലോ. ഒബ്ജക്റ്റീവ് തന്നെയാണ് പോ. ഞാൻ അപ്പൊ ചോദിക്കുന്ന ചോദ്യം ഉണ്ട്, ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളുണ്ട്. എടാ, നമ്മളിപ്പോ ഒരാളുടെ അടുത്തോട്ട് നിന്റെ അടുത്ത് ഞാൻ വന്നാൽ അൺസേഫ് ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് മുമ്പ് ഒരു പ്രിക്കോഷനെങ്കിലും എടുക്കണം. ഇത് പാടില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടപെടരുത്. അവിടെ പറഞ്ഞിട്ടും നടന്നില്ല, നേരിട്ട് വരുക എന്ന് പറയുന്നിടത്ത് പെണ്ണ് മാറുന്നുണ്ട്, അവൾ അതിനെ എതിർക്കുന്നുണ്ട്. സിറ്റുവേഷൻ അപ്പൊ ഓൺ ദ സ്പോട്ട്, മനസ്സിലായോ? പിന്നോട്ട് വരുന്നുണ്ട്. ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, മനസ്സിലായോ? ഇപ്പൊ അപർണ ബാലമുരളി തോളത്ത് പിടിച്ചത് വലിയ വിഷയമായി. ഞാൻ ഇന്നലെ ചോദിച്ച ആ ചോദ്യം വീണ്ടും ചോദിക്കാം. അതായത് എല്ലാവർക്കും ഒരു വിഷയത്തിൽ ഒരുപോലെ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. പലരും പലതരത്തിലെ പ്രതികരിക്കുക. ഇപ്പം മീഡിയ വണ്ണിലെ റിപ്പോർട്ടർ അങ്ങനെ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അങ്ങനെ പ്രതികരിക്കാനുള്ള ശേഷി ഉള്ളതുകൊണ്ട് അവർ പ്രതികരിച്ചത്. അവർക്ക് ആ സ്വത്വബോധം ഉള്ളതുകൊണ്ടായിരിക്കും. അവർക്കറിയാം അവരൊരു വ്യക്തിയാണെന്നുള്ള ബോധമുള്ള ഒരു സ്ത്രീ. അവര് പോയത് എന്തുകൊണ്ടാ? അവരവിടെ ഒരു മീഡിയയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജേർണലിസ്റ്റാ പോകുന്നത്, ഉദ്ഘാടനം ചെയ്യാൻ പോയ ആളല്ല. അതെ, വ്യത്യാസമുണ്ട്. ജോലി, അവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ? ജോലി കേട്ടോ, അവർക്ക് ശമ്പളം കൊടുത്ത ജോലി സ്ഥലമാണ് അത്. ഇത് അതുപോലെ ഒരു ജോലി സ്ഥലം അവിടെയാണ് ഈ സാധനം പിടിച്ചേക്കുന്നത്. ഒരു അനുവാദവും ഇല്ല. അവരതിനെ എതിർക്കുകയും ചെയ്തിട്ട് ഈ സമൂഹം എങ്ങനെ അവരോട് ട്രീറ്റ് ചെയ്തത്? മീഡിയ തന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്തത്? അതുപോലത്തെ ഒരു തൊഴിലിടണമെന്നത് ഒരു ധാരണ പോലും ഇല്ല, ഒരു പ്രതീക്ഷ ഇല്ലാതെ ചെയ്തേക്കുന്നത്. പ്രതികരണത്തിന്റെ കാര്യം സുരേഷ് ഗോപി അങ്ങനെ ചെയ്യുന്ന അവർ വിചാരിച്ചു കാണത്തില്ല. അയാൾ അത്ര അടുത്ത് പോയി നിൽക്കുന്ന അതുകൊണ്ടാ. ചിലർക്ക് അങ്ങനെ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ലെന്ന്, ചിലരെ കൊണ്ട് പറ്റില്ലെന്ന്. തനിക്ക് നേരത്തെ അറിയാം ഇയാൾ ഇത് ചെയ്യാൻ പോകുന്ന ആളാണെന്നറിയാം.
ഇയാൾ ഇത് ചെയ്യുമെന്നറിയാം. അയാളെ വാൺ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം എല്ലായിടത്തും ഒരിടത്തും വാൺ ചെയ്തിട്ടില്ല. പോലീസ് വാൺ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു പരിപാടിയാണ്. ലോകത്ത് ആരും ഇയാളെ വാൺ ചെയ്തിട്ടില്ല. സംസാരിക്കരുതെന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ. ഇല്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ പറയും. അത് 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 വേറെ സംഭവമാകും. അപ്പൊ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മിസ്ബിഹേവ് ചെയ്താൽ അയാളോട് അപ്പ ആക്ഷൻ എടുക്കും. ഇല്ലേ, ഇത് പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോട്ടെ. എടോ, ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അവര് പലയിടത്തും അങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല. എന്തോ താൻ എവിടെയെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ പലയിടത്തും കണ്ടോസിനെ കണ്ടിട്ട് ഹാപ്പി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല പല സമയത്തും. ഈ ഡയലോഗുകൾ കേൾക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ മിസ്ബിഹേവിയർ ഉണ്ടാകുന്ന അറിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് മിസ്ബിഹേവിയർ സംഭവിച്ചും കഴിഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. ഇതിന് മുമ്പ് ഇനിയിപ്പോ ഏത്തപ്പഴം അല്ല മറ്റേ പഴംപൊരി കേസ്, ചേട്ടന്റെ പഴംപൊരി ഇങ്ങനെയാണോ എന്ന് ചോദിച്ച ആള് ഒരു 2 മാസം കഴിഞ്ഞിട്ട് വന്ന് അയാൾക്ക് ഇത് ദ്വയാർത്ഥ പ്രയോഗത്താൽ അപമാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും പ്രായമുള്ളവർ വന്ന് കേസ് കൊടുത്താൽ ബോച്ച ഇനി അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് പോകും. അല്ല അവിടെ വ്യത്യാസമുണ്ട്. ഇപ്പോഴാണ് കമ്പയർ ചെയ്യില്ലേ? കമ്പയർ ചെയ്യുന്ന മുമ്പ് ഒരു കാര്യം കൂടെ ആലോചിക്കണം. അതായത് ഹണി റോസ് ചേട്ടൻ പറഞ്ഞു പഴംപൊരി എന്റെ പഴംപൊരി വളഞ്ഞാണെങ്കിലും നല്ല രുചിയാ കഴിച്ചോളാൻ പറഞ്ഞോളി. അതും കൂടി സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത്. പണ്ടേ വേറെ പെമ്പിള്ളേർ കളി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുക. അവരിപ്പോഴും മനസ്സിലാക്കിയത് ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയുന്നത് വലിയ കുറ്റകരമായ കാര്യമായിരുന്നു, ഇന്നാണ് അറിഞ്ഞതെന്ന് പറഞ്ഞിട്ട് നാളെ വീണ്ടും ബോച്ചയ്ക്കതേ പരാതി കൊടുത്ത ബോച്ച ഇതുപോലെ തന്നെ അകത്തിട്ടിട്ട് പിന്നെ ഇറക്കി കളിക്കുമോ? അല്ല, വേറെ കാര്യമുണ്ട്. ഇതിപ്പോ ഹണി റോസിന്റെ കാര്യം വരാം. പുള്ളിക്കാരത്തി എന്തുകൊണ്ട് അപ്പം പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പം പ്രതികരിക്കാത്തത് ഒന്ന് പേയ്മെന്റ് കൊണ്ടായിരിക്കാം. പൈസക്ക് ആവശ്യമാണല്ലോ. അതെ, പോട്ടെ. ഞാനൊരു പറയുന്നത് അങ്ങനെ ആണെന്നല്ല പറഞ്ഞത്. അങ്ങനെയും ആവാം. പിന്നൊന്ന്, പുള്ളിക്കാരത്തി ഇത് കഴിക്കഴിഞ്ഞാൽ ഈ കടയുടെ ഉദ്ഘാടനം മുടങ്ങും, അത് കടക്ക് ഐശ്വര്യക്കേടാ എന്നുള്ള ചിന്ത, അന്ധവിശ്വാസം എന്തായാലും ഇവരുടെ അന്ധവിശ്വാസം അങ്ങനെ ആയിരിക്കുമല്ലോ. ഫസ്റ്റ് ഉദ്ഘാടന ദിവസം തന്നെ ഇത് മൊത്തം കോളായി കഴിഞ്ഞാൽ അപ്പം അങ്ങനെ സാധനം അവിടെ വരണ്ടെന്ന് ചിന്തിച്ചു. പിന്നെ ഇതിപ്പോൾ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കാമെന്ന് ചിന്തിച്ചു. ആ സമയത്ത് പുള്ളിക്കാരത്തി സഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല പുള്ളിക്കാരത്തി. കുറെ പിന്നെ വരുമ്പോൾ പിന്നെ മറ്റൊരു വേദിയിൽ അയാൾ വീണ്ടും അവിടെ ഇതിനേക്കാൾ പോകുന്നു. സോഷ്യൽ മീഡിയയിൽ കമൻസ് വരുന്നു, മറ്റത് വരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യും സോഷ്യൽ മീഡിയയിൽ. ആ ഒരു സൈബർ ബുള്ളിങ് ഇത് സഹിക്കാൻ വയ്യാതെ പുള്ളിക്കാരത്തി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇന്നാള് കാരണം എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല, കാരണം ഇയാൾ വരുന്നിടത്തെല്ലാം പ്രശ്നമാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ. ഹണി റോസ് കേസ് കൊടുത്തിട്ടില്ല. കേസ് കൊടുക്കാൻ കാരണം അപ്പോഴും ബോച്ച വീണ്ടും അതിനെ വലിച്ചു. എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയാം. ഹണി റോസിനെ പറ്റി പറഞ്ഞാൽ ഹണി റോസ് ഒരു നല്ല ഡീസന്റ് വ്യക്തിയാണ്. ഹണി റോസ് ഡീസന്റ് ആണ്. കാര്യം എന്നാന്ന് ഞാൻ പറയട്ടെ. എടോ, വേഷം എന്ത് വേണേ ആയിക്കോട്ടെ, അവർ വേണേ തുണി വരച്ച് നടന്നാൽ പോലും പിടിക്കാൻ ഇവിടെ ആർക്കും ഒരു റൈറ്റ്സും ഇല്ല. ബോച്ച പറയുന്നത് തെറ്റൊക്കെ തന്നെ. ഞാൻ പറഞ്ഞ വിഷയം അതല്ല കേട്ടോ. ഞാൻ പറയുന്നത് ബോച്ചയെ പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ നിൽക്കുന്ന ഈ സിസ്റ്റത്തിനകത്ത് വരുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യുന്ന രീതിയെ പറ്റിയേ തെറ്റ് പറയുന്നുള്ളൂ. അല്ലാതെ ഹണി റോസിന് ഒരു പ്രശ്നമില്ലൂ, ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഹണി റോസിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഹണി റോസ് ഷെണായിസി വെച്ച് ഈ 6 ചെന്ന് കൈ കൊടുത്തപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈ കൊടുത്ത ആളാ. അത്രയും ഡീസൻസി ഒന്നും ഇവിടെ ഒരാളും ചെയ്തിട്ടില്ല. അവളിന് തുണിയില്ലാതെ വന്നാൽ പോലും അവര് എന്ത് ചെയ്താലും ഞാൻ സഹിക്കും. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് അത്രയ്ക്ക് അല്ല ഉള്ള കാര്യം. മര്യാദ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം മര്യാദ. അങ്ങനെ ഒരാളെ പറ്റി എനിക്ക് അതിനകത്ത് വിരോധം ഉണ്ടിപ്പോൾ. ഞാൻ അതിനു മുമ്പ് ഒരു ഈ ഹണി റോസിനെ പറ്റി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പലതും. ഹണി റോസ് ജാടയായിരിക്കും, ഹണി റോസ് എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്നാൽ പോലും ഇതെനിക്ക് പ്രശ്നമല്ല കേട്ടോ. ഈ പറഞ്ഞ സീനോ അവർ വരുന്ന രീതിയോ ഒന്നും നമ്മുടെ വിഷയമല്ല. പിന്നെ ഈ പറഞ്ഞ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. താൻ ബോട്ടോക്സ്, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ ബോട്ടോക്സ് ചെയ്ത് ചെറുപ്പക്കാരനായിട്ട് വരുന്നത് പോലെയോ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ബ്രസീലിയൻ ബഡ് ലിഫ്റ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പാഡാണെങ്കിലും ഏത് രീതിയിൽ അവരുടെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇവിടെ വയറ് കെട്ടിവെക്കും. ഇവിടെ വയറ് എന്നോട്ട് കെട്ടിവെക്കുന്ന വിഗ് വെച്ച് വരുന്നില്ലേ? എത്ര കൊല്ലമാണ് വിഗ് വെച്ച് നടക്കുന്നത്? എല്ലാരും കഷണ്ടിക്ക് വിഗ് വെക്കും. പിന്നെ തനിക്ക് തന്റെ ഫിഗർ എങ്ങനെ വേണേലും ആക്കാം, നിനക്കും ആക്കാം. നിനക്ക് ജിം അടിച്ചിട്ട് മസിൽ പിടിച്ച് നടക്കുന്നതിനെ കണ്ടിട്ട് നിനക്ക് കുഴപ്പമുണ്ടോ? അത് ഇഞ്ചക്ഷൻ ചെയ്ത് കൊണ്ടിരുന്നില്ലേ? അതുപോലെ തന്നെ ഉള്ളൂ. അതിനിപ്പോ തനിക്ക് പാഡ് വെച്ചിട്ട് വരാം. ഇവിടെ എത്രയോ പേര് പാട് വെക്കുന്നുണ്ട്. അവരുടെ ഷേപ്പ് അവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ അവർ ചെയ്തോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവര് മര്യാദകരായിട്ട് ഒരിടത്തും ഇടപെട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഹണി റോസ് ഒരിടത്തും ചെയ്യത്തില്ല. ഹണി റോസ് ഏറ്റവും ഡീസന്റ് ആയിട്ട് വരുന്നു, പോകുന്നു. പിന്നെ ഈ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തു എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടല്ലോ,
അതിവിടെ എല്ലാ മീഡിയയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. വേറെ എക്സെപ്ഷൻ കേസ് അല്ല ഹണിറോസ്. ഇവര് ഈ ഹണി റോസ് ഈ പറഞ്ഞ പോലെ ഹണി റോസ് എന്നുള്ള ചർച്ച തന്നെ മാറ്റണം ശരിക്കും. ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവര് വന്ന് ഇടപെട്ട് പോകുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും അവര് ഈ പറയുന്ന ഇയാളുടെ ഇത്തരം വൃത്തികേടുകളെ എൻഹാൻസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന പോലെ അവർ ബിഹേവ് ചെയ്തിട്ടൊന്നുമില്ല. അവരെപ്പോഴും ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റാച്ചു പോലെ ഇങ്ങനെ വന്ന് നിൽക്കും. ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കും, നിന്നിട്ട് ഇങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും. അങ്ങനെയൊക്കെ ഹണിറോസ് കേസ് കൊടുക്കേണ്ടത് ആർക്കിട്ടാന്ന് അറിയാം. പക്ഷെ ഹണിറോസ് അത് എന്താണ് മാർക്കറ്റ് ചെയ്തത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഹണിറോസിന്റെ ഫോട്ടോ ഇല്ല വേറെ കാര്യമുണ്ടല്ലോ, വേറെ പ്രശ്നമുണ്ട്. ഹണിറോസിന്റെ ഫോട്ടോസ് ശ്രദ്ധിച്ചാൽ അറിയാം. ഹണിറോസിന് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന ഫോട്ടോയും സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോസും നമ്മൾ ഒരിക്കലും ഹണിറോസിന്റെ മോന്ത കാണാൻ സമ്മതിക്കത്തില്ല. ഇവന്മാര് എല്ലാവരും ബാക്കിൽ നിന്നൊക്കെ എടുക്കുന്നത്, വീഡിയോ എടുക്കുമ്പോൾ താഴെ നിൽക്കും. അപ്പോൾ അത് ഒബ്ജക്ടിഫിക്കേഷൻ നടക്കുന്നുണ്ടെന്നുള്ളത് ഹൺറോസിന് അറിയാം. അതൊക്കെ ഹൺറോസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോസ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. എല്ലാം അന്നേ ഹൺറോസ് അവർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് മനസ്സിലായി. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ഈ പറഞ്ഞ ഈ കമന്റ് ബോക്സിൽ ഇന്നും ഇന്നലെ തുടങ്ങിയ തെറിയല്ല ഇത്. ഹൺറോസ് എന്ന് വന്നോ അന്നോട്ട് ഹൺറോസിനെ ചീത്ത വിളിക്കുന്നുണ്ട് ഇവിടെ, മനസ്സിലായോ? ഹൺറോസിനെ പറ്റി അപവാദങ്ങളും അപരാധങ്ങളും ആൾക്കാർ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല മറ്റല്ല മറിച്ചല്ല അതാണ് ഇതാണ് മറ്റേ മറിച്ച്. പിന്നെ ഒരിക്കലും ഒരു പേരന്റ് ആഗ്രഹിക്കുന്നില്ല അവരുടെ മകൾ നാളെ ഇതേപോലെ ഒരു ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുക്കുന്ന ഒരു സെലിബ്രിറ്റി ആണോ എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ പറയാൻ പോകുന്നത്. ഒരു പോൾ ഇട്ടാൽ മനസ്സിലായി അങ്ങനെയുള്ള എതിർപ്പുകൾ വരും. അങ്ങനത്തെ സൊസൈറ്റി ഇവിടെ റെഡി ടു വെയിറ്റ് ടീംസിന്, അതുപോലെ തന്നെ ഈ മൊറാലിറ്റി ഉള്ള ടീംസിന്, സദാചാര ഗുണ്ടകൾക്ക് ഒന്നും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ നേരെ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ഹണിറോസിനെ എതിർക്കുന്നവരാണ്. അവരെ പറ്റിയാണ് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കാണുക. അവരെ പറ്റിയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സമൂഹത്തിലുള്ള ആൾക്കാരുള്ളിടത്ത് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഡ്രസ്സിങ്ങിൽ മിതത്വം വന്നില്ലെങ്കിൽ ഭാഷയിൽ എന്തുകൊണ്ട് മിതത്വത്തിന് വേണ്ടി ഇത്രയും വാശി പിടിക്കുക എന്നുള്ളൊരു ചോദ്യം അത് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്ന സാധനത്തിനും ഈ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന രണ്ട് ടൈപ്പ് ആൾക്കാരാണ്. ഈ പൊതുസമൂഹത്തിൽ 90% വേണ്ട, നമുക്കൊരു 70% ആൾക്കാർ ഇങ്ങനെ തന്നെ ആക്കാം. അവരിത് എൻജോയ് ചെയ്യുന്നവരാ, മനസ്സിലായത് എനിക്ക്. ഒരു കൂട്ടർ ഇതിനെ എതിർക്കുന്നവരാ. പ്രശ്നം എവിടെയാണെന്നറിയാമോ? വസ്ത്രധാരണം ശരിയല്ലാത്ത കൊണ്ടാണ് റേപ്പ് ചെയ്തതെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇതും ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ വസ്ത്രധാരണം ശരിയല്ലാത്ത കൊണ്ട് ഞാൻ അവളെ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന കുറ്റവാളി ഉള്ള സ്ഥലത്തിരുന്ന് നമ്മൾ ഇത് പറയുന്നതിന്റെ ഒരു ശരി എത്രത്തോളം ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കണേ. ഇതിങ്ങനെ മെൻഷൻ ചെയ്യുമ്പോഴേ, അതായത് ഇപ്പോൾ വസ്ത്രം മോറലി സെറ്റ് ആവേണ്ടതുണ്ട് അല്ലെങ്കിൽ മിതത്വം പാലിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ മറ്റേതിനെ നമ്മൾ ശരിവെക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? കുറച്ച് അങ്ങനെയല്ല ഞാനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് രാഹുൽ ഈശ്വർ പ്രസന്റ് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ആൾക്കാരില്ലേ, അവരിവിടെ ഉള്ളവരാ, അവരെ സൂക്ഷിക്കേണ്ടവരുവാ. അതെ, റേപ്പിന് ആ കമന്റ് വന്നില്ലേ, ശരിയല്ലെന്ന് പറഞ്ഞാൽ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞ നാട്ടിൽ അതിനകത്ത് മെജോറിറ്റീവാ ഇവര്, മനസ്സിലായോ? രാഹുലിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല്, അതായത് ഇപ്പോ അവസാനം മറന്നു പോയിക്ക് ആ പോയിന്റ് വിട്ടുപോയി ഇപ്പൊ പറഞ്ഞുതരാം. അതായത് ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ ഈശ്വർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഇതിനെ എതിർക്കുന്നവരുണ്ട്, അതൊരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മോശമാണെന്ന് പറയുന്നതും ഒരു അഭിപ്രായമാണ്. അത് എൻജോയ് ചെയ്യുന്നവരും ഉണ്ട്, അതിനെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. സെയിം പോലെ ഹണിറോസ് ഈ ഡ്രസ് ഇട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ വരുന്നതിനോട് എതിർപ്പുള്ള ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെന്ന് അവൻ പറയുന്നത്. അവരുടെ കമന്റ് ബോക്സിനെ പറ്റിയൊക്കെ അവൻ പറയുന്നുണ്ട്. ഇതിൽ വന്ന് ഒരുപാട് പേര് ഹണിറോസിനെ എതിർക്കുന്നുണ്ട്. സൊസൈറ്റി നടക്കുന്ന കാര്യം രാഹുൽ പറഞ്ഞത്, വസ്ത്രം ഏതുമാണ് ധരിച്ചോട്ടെ, കുഴപ്പമില്ല, സ്വതന്ത്രമായിട്ട് ഇഷ്ടമുള്ള ധരിക്കാം, പക്ഷെ വസ്ത്രം ധരിക്കുന്ന പോലെ ധരിക്കണം. സാരി ഇടുകയാണെങ്കിൽ സാരി നേരെ ഇടണം, അല്ലാതെ വയറും സാധനം എക്സ്പോസ് ചെയ്ത് ഇടുന്നല്ലേ. അതാണ് പുള്ളിക്കാരൻ്റെ അഭിപ്രായം. അല്ലല്ല, അതിനകത്ത് വരുന്നുണ്ട്. അത് അവിടെ വരുന്നിടത്താണ് നമ്മൾ ഈ മറ്റേ ഒബ്ജക്ടിഫിക്കേഷനും മാർക്കറ്റിങ്ങും ഇതിനെ ഒരു കമ്മോഡിറ്റി ആക്കി മാറ്റുന്ന ഒരു വ്യക്തിയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ എന്താണ് ഇവിടെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ എന്താ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഇതിനിടയിരുന്ന് ഇതെല്ലാം ചെയ്യും. ഞാൻ എന്നിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി കാണിക്കുന്ന ഇത്തിരി മണ്ടത്തരങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കോമഡിയാക്കി സംസാരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇയാളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇയാളെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇത് രണ്ട് ടൈപ്പ് ആൾക്കാർ തന്നെയാണ്. ആ രാഹുൽ ഈശ്വർ പോയി പറയും ഈ ഞാൻ പറയുന്നത് തെറ്റാണെന്നും ആ പറയുന്ന ആൾക്കാർ പറയുന്നത് ശരിയാണെന്നും പറയുന്ന ഒരാൾ വരുക. അവരുടെ അഭിപ്രായം അത്, മനസ്സിലായില്ലേ?
ആ അഭിപ്രായത്തെ പറ്റിയാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. അല്ലാതെ അവരെ ജസ്റ്റിഫൈ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ അഭിപ്രായത്തെ പറ്റി സംസാരിക്കുന്നതൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നും ഈ അഭിപ്രായം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതാണെന്നും അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നും അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ലെന്നുമാണ് ഈ പറയുന്നത്. ഇഗ്നോർ ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ എന്താ അതിനകത്തെ പ്രശ്നം? അതും കൂടി പരിഗണിക്കേണ്ടതെന്നാ പറയുന്നത്. അതും കൂടി പരിഗണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? റേപ്പ് ചെയ്യാൻ കാരണമായ വസ്ത്രധാരണത്തിനെ കുറിച്ച് പറഞ്ഞ മറ്റേ ആളെ നമ്മൾ ശരിവെക്കുന്ന പോലെ ആയി പോവാണത്. അതും കൂടി അംഗീകരിക്കേണ്ടതുണ്ടെന്ന് പറയുന്ന പോലെ ആയി പോവാണ് മറ്റേത് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ കമന്റ് വന്നതാ ശ്രദ്ധിച്ചാന്നോ? അതാണ് മറ്റേ വേറെ ഏതൊരു നടിയാണോ ആരാന്നറിയത്തില്ല, അവർ പറയുന്നത് ഈ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു പബ്ലിക് ഫിഗർ. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്നൊരു പെണ്ണ് അവളുടെ വസ്ത്രധാരണം കണ്ട് ഒരാൾക്ക് തോന്നുന്ന കാര്യമാണ്. മനസ്സിലായി? അവൻ ചെയ്യുന്നത് ഇതിലും വലിയ ക്രൈമുമാണ്. ആ പെൺകുട്ടി ഒരിക്കലും ഇതേപോലെ ഒരാളുടെ അറ്റൻഷൻ എടുക്കാനോ അത് വെച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ പോലെ ചൂഷണത്തിനോ ഒന്നിനും തയ്യാറായിട്ടില്ല. ചൂഷണം എന്ന് പറയാൻ പറ്റത്തില്ല, താൻ അതിനെ മാർക്കറ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്തോ അങ്ങനെ വിചാരിക്കാത്ത ഒരാൾക്കായി സംഭവിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല. ഇതൊരു തൊഴിലായിട്ട് എടുത്ത ആളാണ്, അയാളെ പറ്റി കമൻറ്റ് വരും. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ കേസാ. ഈ ബോബിയുടെ കേസ് വിട്ടേക്ക്. ബോബി ചെമ്മണ്ണൂർ പുറകെ നടക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഹണി റോസിന്റെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നവരൊക്കെ ഇവരൊക്കെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇതിനകത്ത് ഒരു കുറ്റം കണ്ടെത്തുന്നുണ്ടെന്ന്. അവര് കുറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കും. അവരെന്തെല്ലാം കുറ്റം അവര് പറയുന്ന എല്ലാ പെണ്ണുങ്ങളുടെ ഡ്രസ്സിങ്ങിനെ പറ്റി കുറ്റം പറയുന്നവര് തന്നെയാണ്. ഷോൾ ഇടണമെന്ന് പറയുന്നവരാ. അങ്ങനെ ഒരു സമൂഹം ഇത്. ആ സമൂഹത്തിനകത്ത് ശരിക്കും പെണ്ണുങ്ങൾ എങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നത് 150-200 വർഷങ്ങൾക്ക് മുമ്പ് മാറില്ലല്ലോ. അത് കുറച്ചുകൂടി പിന്നോട്ട് പോയി കഴിഞ്ഞാൽ മാറേ കുറയ്ക്കുന്നില്ല. തുണി കൊടുക്കുന്നില്ല. ചെറിയൊരു എടോ ഇവിടെ ഉണ്ടായോ? അപ്പൊ റേപ്പ് ഉണ്ടാകുന്ന ഇതുകൊണ്ടൊന്നുമല്ല. ഡ്രസ് റേപ്പിന്റെ കാരണമാണെന്ന് പറയാൻ പറ്റില്ല. ഇതെന്ന് പറയുന്നത് ഒരു കമന്റ് ആണ്. ഈ ആൾക്കാരുടെ അഭിപ്രായങ്ങളാണോ ഈ സംസാരിക്കുന്നേ? അല്ലാതെ ബോച്ചയുടെ വിഷയം അല്ലത്. ബോച്ചയുടെ കേസ് കഴിഞ്ഞു. ബോച്ച ചെയ്തത് ശരിയല്ല. പക്ഷെ ഇവിടുത്തെ സാധാരണ പൊതുജനത്തിന്റെ അഭിപ്രായങ്ങളെ പറ്റി പറയുമ്പോൾ ഇതൊരു അഭിപ്രായമാണ്. അതെന്തെടുക്കാത്ത ആ അഭിപ്രായത്തെ നമ്മൾ ഏത് തരത്തിലാണ് എടുക്കേണ്ടത്? എനിക്കറിയത്തില്ല. അതിനകത്ത് ഇപ്പൊ ഹണിറോസിന് ചെയ്യാൻ പറ്റുന്ന ഹണിറോസിന് കുറച്ചും കൂടി ഇവര് പറയുന്ന പോലെ ഡ്രസ് ചെയ്യേണ്ടി വരും. മെജോറിറ്റി ആണ് നോക്കുന്നതെങ്കിൽ മറ്റേതായി പോകുന്നു. മെജോറിറ്റി ആണ് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാണെന്ന് പറയാൻ പറ്റുമോ? വോട്ട് ചെയ്ത് എന്ത് ചെയ്യും? അത് ശരി. അതാണ് പറഞ്ഞത്. ജനാധിപത്യം പോലും എടുക്കാൻ ബോധമില്ലാത്ത ഒരു നാട്ടില് ഇത്തരം കാര്യങ്ങൾ പോളിട്ട് നോക്ക്. അവിടെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇവർക്കെതിരെ കമന്റുകൾ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ സൊസൈറ്റിയുടെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ സൊസൈറ്റിയുടെ ആവശ്യം കൊണ്ടാണല്ലോ എന്നെ പിടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞത് ഞാൻ മരുന്ന് പറഞ്ഞത് ശരിയായില്ല, അങ്ങേര് പറഞ്ഞത് അങ്ങേര് ചെയ്തതാണ് ശരി, 3 കോടി കൊടുത്താണ് ശരി എന്ന് പറയുന്നിടത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അവർക്ക് അത്രയും പോലും തിരിച്ചറിവില്ലാത്തവരുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ റിസ്ക് എടുത്ത ഇത് പറയുന്നത്. ആ റിസ്ക് എടുക്കണം എന്നുള്ളത് ശരിയാണ്. എനിക്ക് പക്ഷേ ഒരു സംവിധാനം ഇതുപോലെ ആരും നമ്മളെ സഹായിച്ചിട്ടൊന്നും ഇല്ല. ഇവിടെ തല്ലിയാലും എനിക്ക് തോന്നുന്നില്ല. ആരും തല്ലിയാലും ഇവന്മാർ പറയും അന്ന് ബാല തോക്കുമായിട്ട് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഇതുപോലെ തന്നെ തിരിച്ചു പറഞ്ഞവരിവിടില്ലേ? അപ്പോൾ ഹൺറോസിനെ പറ്റി തിരിച്ചു പറയാൻ പാടില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെ അത് തന്നെ ചെയ്തത്. ഹൺറോസിനോട് ഇപ്പം ചെയ്യുന്ന കാര്യം എന്നോട് നേരത്തെ ചെയ്തിട്ടുള്ളതാ. ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും സപ്പോർട്ടും വന്നിട്ട് ലിച്ചിക്കെതിരെ വന്നപ്പോഴും അതിനു മുമ്പും ഈ ലിച്ചി സൈബർ ബുള്ളിങ്ങിനും ഇത് വ്യത്യാസമുണ്ട്. ബോച്ചയല്ല പിടിച്ചോണ്ട് പോയത്. ബോച്ച ചെയ്തത് ശരിയല്ല. ബോച്ച ഇവിടെ മാത്രമല്ലെന്ന്. ബോച്ച കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്യുന്നത് ശരിയല്ലെന്നുള്ളത് ഇന്നലെയാണ് ബോച്ചയ്ക്ക് മനസ്സിലായത്, ഈ നാട്ടുകാർക്ക് മനസ്സിലായത്. പക്ഷെ നമ്മൾ ആ സാധനം തുടങ്ങേണ്ടതാണ് ഇതിനു മുമ്പ്. അങ്ങനെ ഉണ്ടാകുന്ന ഇപ്പൊ ഇമാര് പറഞ്ഞാൽ ഞാൻ ഇലുമിനാറ്റിയാണ്. സത്യോടോ നമ്മൾ ആ പറഞ്ഞ സമയത്ത് ഇത് തുടങ്ങി ബോച്ചയുടെ കണ്ടന്റ് എടുത്ത് പൊളിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ചെയ്തില്ല. ചെയ്തിരുന്നവിടെ ഉറപ്പായിട്ട് ഈ പേരിന് പകുതി ക്രെഡിറ്റ് എനിക്ക് കിട്ടിയത്. മറ്റേ ഹേമ കമ്മിറ്റി കിട്ടിയ പോലെ സത്യമായിട്ടും മിസ്സായി പോളിയാ. അതിനകത്ത് എല്ലാവരും ബോച്ചക്കിട്ട് നല്ല രീതിയിൽ അടുത്ത മുട്ട എവിടെ വെച്ചത്, നീ ചെയ്ത ആളല്ല അടുത്തായല്ലോ. എടേ എന്റെ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, അത് വെച്ച് വേണേ എനിക്ക് ക്ലെയിം ചെയ്യാം. ആരും പറയും നല്ല റീച്ച് ഉണ്ട്. ആ പിന്നെ അത് ഓട്ടത്തോടെ ചെകുത്താൻ 2023 എന്ന് പറഞ്ഞ പേജിൽ ബോച്ചയുടെ മാസ് റിപ്ലൈ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. വേണ്ട, അത് കാണേണ്ട ഒരു കണ്ടിട്ടുണ്ട്. ആണ് അന്ന് നമ്മൾ തുടങ്ങിയപ്പോഴേ ആള് പോയി. ഗോൺ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഹണിറോസിന് നേരെ ഇങ്ങനത്തെ പരിപാടി അവതരിപ്പിച്ചതിൽ ഒരിടത്തും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഹണിറോസിന് ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഞങ്ങളുടെ ആറാട്ടറിനെ ഫേക്ക് ആൻഡ് കൊടുത്തെടുത്ത് അത്രത്തോളം ഏറ്റവും ഇവിടെ സെലിബ്രിറ്റികളിൽ
ഏറ്റവും ഡീസന്റ് സെലിബ്രിറ്റി ആയിട്ടേ ഞാൻ കാണത്തുള്ളൂ. മര്യാദയുള്ള ഏറ്റവും മര്യാദയുള്ള എടോ അവള്. പിന്നെ അനാർക്കലി മരക്കാറ്, അനാർക്കലി കറക്റ്റാ. ഇവര് രണ്ട്, എനിക്ക് അന്നാണ് ഈ ഹണിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയോട് റെസ്പെക്ട് തോന്നിയത്. അവർ എന്തുകൊണ്ട് ചെയ്തോട്ടെ, പക്ഷെ ഇങ്ങനെ ഒരാൾ എല്ലാവരും പുച്ഛിക്കുന്നു, മനസ്സിലായോ? എല്ലാവരും അവഗണിക്കുന്നു, എല്ലാവരും ചീത്ത വിളിക്കുന്നു, കൈ കൊടുക്കാതെ പറഞ്ഞു വിടുന്നു, തിരിഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഐശ്വര്യലക്ഷ്മിയുടെ കേസ് അങ്ങനല്ല കേട്ടോ, അവര് കൈ കൊടുത്താ. പക്ഷെ ഒരുമാതിരിപ്പെട്ടവരൊന്നും അങ്ങനെ ഈ ആറാട്ടണം വരെ പുച്ഛിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഹണിറോസ് എഴുന്നേറ്റ് നിന്ന് ഷെയ്ക്കാൻ കൊടുത്തിട്ടുണ്ടേ. ഹണിറോസിനുണ്ടല്ലോ, ഹണിറോസിന് വേറൊരു വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ മുത്ത അടിപൊളിയാടാ. എന്തോ എണീറ്റ് നിന്ന് കൈ കൊടുത്തടാ. ഓ അതൊക്കെ ആരും ശ്രദ്ധിച്ചോ? അപ്പോഴും അവരുടെ കുണ്ടിക്ക് നോക്കിയിരിക്കുമല്ലോ ഇമാര്. അവരുടെ ക്യാരക്ടർ ആരെയും നോക്കുന്നുണ്ടോ? ആ ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ സീൻ കാണിച്ചു, ഇത് കാണാൻ. അതിനെന്താ കുഴപ്പം? അപ്പോഴും അവരെ ആ രീതി മാത്രമല്ലേ കണ്ടുള്ളൂ. ആറാട്ടെണ്ണം എങ്ങനെ കണ്ടത്? അതൊരു പ്രശ്നമാണ്. അവരെഴുതിട്ട് നിന്ന് കൈ കൊടുത്തതിന് ആറാട്ടെണ്ണം റെസ്പെക്ട് ചെയ്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ കാര്യം നമ്മൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവണം. ഇവരെന്താണ് ഇവരുടെ ക്യാരക്ടർ? അവരുടെ ക്യാരക്ടർ അങ്ങനെയാ. അവർ നല്ലൊരു സ്ത്രീയാണ്. അവരെവിടെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഒരിടത്തും. ആണെന്നേ. ഷോ അവരെന്തൊരു നല്ല മെമ്പറാണ്. എനിക്കവരെ പരിചയപ്പെടണമെന്ന് തോന്നിയിട്ടുണ്ട്. അനാർക്കലിയെ പരിചയപ്പെടണമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ അനാർക്കലിയെ പറ്റി മറ്റേ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. എനിക്ക് ക്രഷൊന്നും ഇല്ല, ഞാൻ പറയുക അങ്ങനെയല്ല. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ ലക്ഷ്മി ആ കൈ കൊടുത്തിട്ട് പിന്നെ ഐശ്വര്യലക്ഷ്മി, പിന്നെ അനാർക്കലി, ഇപ്പൊ ഹണിറോസ്. അനാർക്കലിക്ക് ഒരു കുഴപ്പമില്ല. അതെന്താ അവള് പറഞ്ഞു കേട്ടില്ലേ? ഞാൻ എനിക്ക് കാണുമ്പോ പരിചയപ്പെടാതിരിക്കോ? എനിക്ക് അതങ്ങനെയല്ല പറഞ്ഞത്. പോളർ കൈലവ്യൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് മറ്റേ പടം നമ്മുടെ അവന്റെ നിഷാന്റെ പടം, അമല എന്നൊരു പെണ്ണുണ്ടേ, എന്നൊരു പെണ്ണുണ്ടേ എനിക്ക്, അമല എന്നൊരു പെണ്ണുണ്ട്. അനാർക്കലി അതിനകത്തൊന്ന് ചിരിച്ചും കാണിച്ചു കമന്റ് ഇട്ടു. എടാ അതൊരു പാവണ്ണ ഒരാളാ. എപ്പോഴാ പോയേ? പൊക്കി പറഞ്ഞോണ്ടിരിക്കാനെ പോരുത്. അല്ല ഇത്രയും പേരോട് നമുക്ക് പറയാനുണ്ടോ? അത് ഞാൻ അടുത്ത ഈ ഓഡിയോ ആണ് കേട്ടിക്കോളാം. അവസാനം 1.5 മണിക്കൂറായി. പക്ഷെ എന്തായാലും അല്ലേ ശരിക്കും ഹണിറോസിനെ പറ്റി മോശം പറഞ്ഞ എല്ലാ മൈരന്മാരോടും നടുവേലും നമസ്കാരം.